നേതാക്കളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ. നമ്മുടെയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട കേരളത്തിൻ്റെ പോരാട്ടങ്ങളുടെയും സമരഭരിതമായ ചരിത്രത്തിൻ്റെയും ത്യാഗസുരഭിലമായ കാലഘട്ടത്തിൽ കണ്ണൂരിൻ്റെ മണ്ണിൽ നിന്നും കേരളത്തിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ പ്രിയപ്പെട്ട സഖാവായി ഉയർന്നു വന്ന പ്രിയങ്കരിയായ സഖാവ് ശൈലജ ടീച്ചറെ നിറഞ്ഞ ആവേശത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ അധ്യക്ഷ പ്രസംഗം എന്ന രീതിയിൽ ചുരുക്കം വാക്കുകളിൽ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ടീച്ചറിനെ കൂടാതെ പാർട്ടി ജില്ലാ സെക്രട്ടറി സഖാവ് TR രഘുനാഥും സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് KM രാധാകൃഷ്ണനും അടക്കം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വാസവൻ ചേട്ടന് അത്യാവശ്യമായി തിരുവനന്തപുരത്തേക്ക് പോകേണ്ടതുള്ളത് കൊണ്ടാണ് സഖാവ് ഇവിടെ എത്താഞ്ഞത്. ഇവിടെ വിശ്വനാഥൻ സൂചിപ്പിച്ചു, പ്രിയപ്പെട്ട അബറാമി നമ്മളെ വിട്ടുപിരിയാൻ ഇടയായ സാഹചര്യം, അടിയന്തരാവസ്ഥയുടെ കിരാതകാലം, ആ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകമാണ് സഖാവ് മീനടം അബറാമിയെ കോൺഗ്രസ് ഗുണ്ടകൾ കൊലപ്പെടുത്തുന്നത്. 21 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ യുവജന പ്രസ്ഥാനത്തിന്റെയും തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെയും പ്രിയപ്പെട്ട നേതാവായി ഉയർന്നു വന്ന ആ പ്രിയ സഖാവിനെ കൊലപ്പെടുത്തുന്നതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തികൾ ഏതെന്ന് ഈ നാടിനറിയാം. പുതുപ്പള്ളി ഒരുപാട് അടിച്ചമർത്തലുകളെ അതിജീവിച്ച മണ്ണാണ്. 1970-കളിൽ 4 സഖാക്കളെ തൂക്കാൻ വിധിച്ച സഖാവ് MK സുകുമാരൻ അടക്കം 4 പേരെ ജീവപര്യന്തം ശിക്ഷിച്ച ഒരു കാലഘട്ടത്തിൽ സുപ്രീം കോടതിയിൽ പോയാണ് നമ്മുടെ പ്രിയപ്പെട്ട സഖാക്കളെ തൂക്കുമരത്തിൽ നിന്നും തിരിച്ചു കൊണ്ടുവന്നത്. അതും കള്ളക്കേസായിരുന്നു. ആ പുതുപ്പള്ളിയിലെ കള്ളക്കേസിൽ തൂക്കുമരത്തിൽ നിന്നും തിരികെ വന്ന 2 സഖാക്കൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ത്യാഗോജ്വലമായ ആ പോരാട്ടങ്ങൾക്കെല്ലാം ഈ മണ്ണിൽ നേതൃത്വം നൽകിയ ഒരു പാർട്ടിയാണ് പുതുപ്പള്ളിയിലെ CPIM. ആ പ്രസ്ഥാനത്തെ തകർക്കാൻ ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിച്ച ഒരുപാട് വലതുപക്ഷ നേതൃത്വം ഇവിടെയുണ്ട്. അതിനെയൊന്നും കൂസാതെയാണ് നമ്മൾ മുന്നോട്ട് വന്നത്. അടിയന്തരാവസ്ഥക്കാലം നമുക്ക് അറിയാം, അതിന്റെ 50ാമത് വാർഷികം ആഘോഷിച്ചു. ആ കാലഘട്ടത്തിൽ ഈ രാജ്യമാകെ നേരിട്ട പ്രയാസങ്ങൾ ടീച്ചർ ആ കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കും. ആ പ്രയാസങ്ങളിൽ ഒരുപക്ഷെ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ട ഒരു ഗ്രാമമായിരുന്നു അന്ന് പാമ്പാടി പഞ്ചായത്തിന്റെ കൂടി ഭാഗമായ മീനടം. ഒരുപാട് സഖാക്കൾ കള്ളക്കേസുകൾ കൊടുക്കപ്പെട്ടു. ആ കേസിൽ കൊടുക്കപ്പെട്ട പ്രിയപ്പെട്ട തമ്പിച്ചേട്ടനടക്കം കുഞ്ഞുമോൻ സാർ അടക്കം ഇവിടെ എത്തിച്ചേരും. പ്രിയപ്പെട്ട നമ്മുടെ സോമൻ ഇപ്പോഴും ഇവിടെയുണ്ട്. അതുപോലെ രവീന്ദ്രൻ, അതുപോലെ പുതുപ്പള്ളിയിലെ പ്രിയപ്പെട്ട പവിത്രൻ ചേട്ടൻ അടക്കമുള്ള എണ്ണമറ്റ സഖാക്കൾ, ഒരിക്കലും മറക്കാൻ കഴിയാത്ത, വിസ്മരിക്കപ്പെട്ട, ഒരു കാലഘട്ടത്തിലും വിസ്മരിക്കപ്പെടാൻ പാടില്ലാത്ത ഒരുപാട് സഖാക്കൾ ഈ പുതുപ്പള്ളിയിലും പാമ്പാടിയിലും മീനടത്തും വാകത്താനത്തും അടക്കം ഈ പോരാട്ടത്തിന് നേതൃത്വം നൽകിയവരാണ്. അവരിൽ കുറെ സഖാക്കൾ ഇവിടെ എത്തിച്ചേരും. പ്രിയപ്പെട്ട മീനടം അബറാമിയുടെ സഹോദരൻ ബേബിച്ചായൻ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ സഹോദരന്റെ ഭാര്യ ഇവിടെയുണ്ട്. അതുപോലെ മറ്റൊരു സഹോദരന്റെ മക്കളടക്കം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മുൻനിരയിൽ തന്നെ ആ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, രക്തസാക്ഷിയുടെ കുടുംബാംഗം എന്ന് പറഞ്ഞാൽ ഓരോ കമ്മ്യൂണിസ്റ്റുകാരന്റെയും കുടുംബം തന്നെയാണ്.
ആ പ്രിയപ്പെട്ടവർ ഈ വേദിയിലുണ്ട്. അതുപോലെ അതിനു മുമ്പ് കൊല ചെയ്യപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട വീരിടത്തെ തങ്കിച്ചേട്ടന്റെ മകൻ രാജൻ വർഗീസ് നമ്മുടെ ഇവിടുത്തെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് എന്നും താങ്ങും തണലുമായി ഇവിടെയുണ്ട്. ആ തരത്തിൽ നിരവധിയായ സഖാക്കൾ ഒരുപക്ഷെ ഈ ജില്ലയിൽ തന്നെ നീണ്ടൂർ രക്തസാക്ഷികളുടെ മണ്ണാണ് കോട്ടയം. വൈക്കത്തെ ഒട്ടുവളരെ പോരാട്ടത്തിന്റെ ചരിത്രം കോട്ടയത്തിലുണ്ട്. പക്ഷെ അതിലെല്ലാം ഉയർന്ന ത്യാഗത്തിന്റെ ഒരു രക്തസാക്ഷിത്വത്തിന്റെ മാത്രമല്ല, അതോടൊപ്പം തന്നെ ഒരുപാട് സഖാക്കൾ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികൾ ഈ മീനിടത്തിന്റെ മണ്ണിലുണ്ട്. പ്രിയപ്പെട്ട അപ്പൂച്ചേട്ടനെയും തങ്കഞ്ചേട്ടനെയും ഒന്നും ഒരിക്കലും ആ പോരാട്ട കാലത്ത് വിസ്മരിക്കാൻ പറ്റില്ല. ഫിലിപ്പ് സാറ് അധ്യാപകനായിരുന്നു. പക്ഷേ അതിനെ ഒന്നും കൂസാതെ സഖാക്കളെ സംരക്ഷിക്കാൻ മുന്നിൽ നിന്നവർ പുതുവേലിയിലെയും മഞ്ഞാടിയിലെയും തകിടിയിലെയും സഖാക്കൾ. ഈ 3 കേന്ദ്രം നമ്മുടെ പാർട്ടിയുടെ അന്നും ഇന്നും ശക്തി കേന്ദ്രം തന്നെയാണ്. അവിടുത്തെ സഖാക്കൾ അവരൊക്കെ ചെറ്റക്കുടിയിൽ നിന്നും ഈ ചെങ്കൊടിയുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കുവാൻ വേണ്ടി ജീവൻ വെടിയേണ്ടി വന്നാൽ അതിനും തയ്യാറ് എന്ന് പറഞ്ഞ് പൊരുതിയവരാണ് തകിടിയിലെയും പുതുവയലിലെയും മഞ്ഞാടിയിലെയും സഖാക്കൾ. അങ്ങനെയുള്ള പോരാട്ടത്തിന്റെ ഒരു മണ്ണിൽ പ്രിയപ്പെട്ട അനശ്വര രക്തസാക്ഷി സഖാവ് മീനിടം അവറാമിയുടെ 51ാമത് രക്തസാക്ഷി ദിനം ആചരിക്കണമെന്ന് പറഞ്ഞപ്പോൾ മീനിടത്തിലെ സഖാക്കൾ ഒരു കാര്യം മാത്രമാണ് ആവശ്യപ്പെട്ടത്: ഞങ്ങൾക്ക് ശൈലജ ടീച്ചറെ വേണം, ഇവിടെ കൊണ്ടുവരണം. നമ്മൾ വളരെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. രഘുനാഥ് സഖാവ് അടക്കം വിളിച്ച് ടീച്ചർ എത്തുമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അത്യധികം സന്തോഷവും ആവേശവുമാണ് ഈ കൊച്ചു ഗ്രാമത്തിന്. തീർച്ചയായും ഇവിടെ ഒരു വലിയ യോഗം നടത്തുവാൻ പറ്റുന്ന സാഹചര്യങ്ങളില്ല, മൈതാനങ്ങളില്ല. എന്നിട്ടും ഇന്നത്തെ സഖാക്കൾ ആ പ്രതികൂല കാലാവസ്ഥയെ പോലും അതിജീവിച്ചുകൊണ്ട് ഒരു വലിയ യോഗം നടത്തുവാൻ എല്ലാ പരിശ്രമവും നടത്തി. ശൈലജ ടീച്ചർ ഇവിടെ എത്തി. പക്ഷേ ഇവിടെ മീനിടത്തെ യോഗത്തിന് വരുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മറ്റ് 2 യോഗങ്ങൾ കൂടി കോട്ടയത്തുണ്ടായിരുന്നു. മഹാത്മാഗാന്ധി സർവകലാശാലയിൽ ഒരു വലിയ സെമിനാറിൽ ടീച്ചർ പങ്കെടുത്തു. കോട്ടയത്ത് നമ്മുടെ ആരോഗ്യ മേഖലയെ തകർക്കാൻ വേണ്ടിയുള്ള വലതുപക്ഷ BJP ശ്രമത്തിനെതിരെ ആരോഗ്യ മേഖലയുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള യോഗങ്ങളുടെ ഭാഗമായി കോട്ടയം പട്ടണത്തിൽ പ്രിയപ്പെട്ട ശൈലജ ടീച്ചർ, അത് പറയാൻ ഈ കേരളത്തിൽ ഏറ്റവും അധികം അധികാരമുള്ള ഒരു വ്യക്തിത്വമാണ് ശൈലജ ടീച്ചറുടെ. നമ്മുടെ കേരളത്തിലെ ആരോഗ്യ മേഖലയെ കൈക്കുമ്പിളിൽ കാത്തു സംരക്ഷിച്ച് നമ്മുടെയൊക്കെ ശൈലജ ടീച്ചർ ആരെന്ന് ചോദിച്ചാൽ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല, ഇടതുപക്ഷക്കാർ മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ പറയും ഞങ്ങളുടെ അമ്മയാണ്, ഞങ്ങളുടെ സഹോദരിയാണ്, ഞങ്ങളുടെ അനുജത്തിയാണ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാവാണ് എന്ന് ഒരേ മനസ്സോടെ പറയുന്ന പ്രിയപ്പെട്ട ശൈലജ ടീച്ചർ ഇവിടെ എത്തി. യൂണിവേഴ്സിറ്റിയിൽ വന്നപ്പോൾ അവിടെ സിവിൽ സർവീസിൽ റാങ്ക് ലിസ്റ്റിൽ വന്ന ഒരു മോൾക്ക് അവിടെ അവാർഡ് കൊടുത്തു. ആ കൊച്ചിന്റെ മറുപടി പ്രസംഗം ഉണ്ടായിരുന്നു. ഞാൻ കുഞ്ഞുനാൾ മുതൽ ആഗ്രഹിച്ചതാണ് ഒന്ന് നേരിൽ കാണാൻ ശൈലജ ടീച്ചറെ. കളക്ടറാകാൻ പോകുന്ന കൊച്ചാ പറഞ്ഞത്. ഈ ടീച്ചറെ ഒന്ന് കാണാൻ ഞാൻ ആഗ്രഹിച്ചതാണ്. ആ കുഞ്ഞ് കമ്മ്യൂണിസ്റ്റുകാരിയല്ല, ഇടതുപക്ഷക്കാരിയല്ല. അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾ, പിന്തിരിപ്പന്മാർ എല്ലാ കാലത്തും നമ്മുടെ നേതൃത്വത്തെ ആക്ഷേപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അത്തരം ആക്ഷേപങ്ങൾ ഒരു റബ്ബർ പന്തിന് നേരെ നടത്തുന്ന ഏറുപോലെയാണ്. അതെത്ര കരുത്തോടുകൂടി താഴേക്ക് എറിഞ്ഞാലും അതിന്റെ 100 ഇരട്ടി കരുത്തോടെ മുകളിലേക്ക് ഉയരും. കേരളത്തിലെ ജനമനസ്സുകളിൽ പോരാട്ടത്തിന്റെ, മാനവികതയുടെ, മനുഷ്യത്വത്തിന്റെ സ്നേഹസാഗരമായി തീരുന്ന പ്രിയപ്പെട്ട ശൈലജ ടീച്ചർ ഇവിടെ അനശ്വര രക്തസാക്ഷി മീനിടം അവറാമിയുടെ 51ാമത് രക്തസാക്ഷി ദിനത്തിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നു. നിറഞ്ഞ ആദരവോടെ, നിറഞ്ഞ ആവേശത്തോടെ, നിറഞ്ഞ സന്തോഷത്തോടെ ടീച്ചറിനെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ്. ബഹുമാന്യനായ അധ്യക്ഷൻ, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് രഘുനാഥ് അടക്കമുള്ള രാധാകൃഷ്ണൻ സഖാവ് അടക്കമുള്ള വേദിയിലെ സമുന്നതരായിട്ടുള്ള നേതാക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, സഖാവ് അവറാമിയുടെ രക്തസാക്ഷി ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നമ്മളെല്ലാം ഒത്തുചേർന്നിട്ടുള്ളത്. കേരളത്തിൽ, ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധിയുടെ കിരാത വാഴ്ച അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിലേക്ക് നീണ്ടപ്പോൾ വലിയ ചെറുത്തുനിൽപ്പ് ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നും ഉണ്ടായി. പതിയെ കോൺഗ്രസ് അമിതാധികാരത്തിലേക്ക് നീങ്ങുകയും ആ അമിതാധികാര വാഴ്ചക്കെതിരായി കോടതി പോലും ഇടപെടുകയും ചെയ്യുന്ന ഒരവസരമുണ്ടായപ്പോഴാണ്
ഇന്ദിരാഗാന്ധി അധികാരം കൈവിട്ടു പോകാതിരിക്കാൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ നാടിൻ്റെ എല്ലാ ജനാധിപത്യ സംവിധാനങ്ങളെയും തല്ലിത്തകർത്തത്. വളരെ ഭീതിതമായിട്ടുള്ള നാളുകളായിരുന്നു പിന്നീട് ഉണ്ടായിട്ടുള്ളത്. കോൺഗ്രസിൻ്റെ ഗുണ്ടകൾ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും അഴിഞ്ഞാട്ടം നടത്തുന്ന ഒരവസ്ഥ അടിയന്തരാവസ്ഥയുടെ മറവിലുണ്ടായി. എല്ലാ ജനാധിപത്യ സ്ഥാപനങ്ങളെയും തകർക്കുക എന്നത് അടിയന്തരാവസ്ഥയുടെ ലക്ഷ്യമായിരുന്നു. എന്നാൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടത് ഇടതുപക്ഷ ആശയഗതികൾ പിന്തുടരുന്ന പ്രസ്ഥാനങ്ങളെയും സഖാക്കളെയുമാണ്. കേരളത്തെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ നേതാക്കളും പ്രവർത്തകരുമെല്ലാം കൊടിയ പീഡനത്തിനാണ് വിധേയരായത് നമുക്കറിയാം. നിരവധി നേതാക്കൾ ജയിലറകൾക്കകത്ത് അതിക്രൂരമായിട്ടുള്ള പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നു. ഓരോ പ്രദേശത്തും പാർട്ടിയുടെ പ്രാദേശിക നേതാക്കളെയും പ്രവർത്തകരെയും എല്ലാം അറസ്റ്റ് ചെയ്യുകയും എത്രയോ നാൾ ജയിലറകൾക്കകത്ത് പാർപ്പിക്കുകയും ചെയ്തു. അതിന് പുറമെയാണ് ചെറുത്ത് നിൽക്കാൻ തീരുമാനിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ആശയഗതികൾ പരാജയപ്പെടില്ല, അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്ന സമരങ്ങളെയെല്ലാം അടിച്ചമർത്തിയതും നാട്ടിൻപുറത്ത് കോൺഗ്രസ് ഗുണ്ടകളുടെ തേർവാഴ്ച നടന്നത്. ആ കൂട്ടത്തിലാണ് നമ്മുടെ പ്രിയപ്പെട്ട അവറാമി ചെറിയ പ്രായത്തിൽ 22 വയസ്സ് പ്രായമുള്ള സമയത്ത് കോൺഗ്രസ് ഗുണ്ടകളാൽ കൊല ചെയ്യപ്പെടുന്നത്. ജീവിച്ചിരുന്നെങ്കിൽ ഈ കോട്ടയം ജില്ലയിലെ സമുന്നതനായിട്ടുള്ള ഒരു നേതാവായി വളർന്നു വന്ന് സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ഈ നാട്ടിലെ ഒരുപാട് കുടുംബങ്ങൾക്ക്, ഒരുപാട് വ്യക്തികൾക്ക് ആശ്വാസം പകരാൻ കഴിയുമായിരുന്ന നല്ല ഒരു ചെറുപ്പക്കാരനെയാണ് അകാലത്തിൽ തല്ലിക്കൊഴിച്ചത് എന്നുള്ളത് ഈ നാട്ടുകാരിന്നും വേദനയോടെ ഓർക്കുന്നുണ്ട്. അബ്രാമി മാത്രമല്ല, ഞാൻ അടിയന്തരാവസ്ഥയുടെ എല്ലാ ക്രൂരതകളും ഇവിടെ വിശദീകരിക്കുകയല്ല, കുറച്ചൊക്കെ ഇവിടെ സംസാരിച്ച് കഴിഞ്ഞിട്ടും ഉണ്ടാവും. പക്ഷേ കേരളം, ഇന്ത്യയും എന്നും ഓർക്കുന്ന ഭീകരതയുടെ നാളുകൾ ഇടതുപക്ഷം അതിജീവിച്ചിട്ടുണ്ട്. എത്ര കടുത്ത ഭീകരതയെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കുന്നത് ജനകീയ പ്രതിബദ്ധതയുള്ള ആശയഗതികളുടെ വലിയ ബലത്തിലാണ്. ഇനിയും അത്തരത്തിലുള്ള അടിയന്തരാവസ്ഥകളെ അതിജീവിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറാവും ജനങ്ങൾക്ക് വേണ്ടി എന്നുള്ളതാണ് അവറാമിയുടെ ഓർമ്മ ദിനത്തിൽ നമുക്ക് പ്രഖ്യാപിക്കാനുള്ളത്. ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ പോലെ തന്നെ ഇപ്പോൾ ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ കേരളം നേരിടുകയാണ്, നമ്മുടെ രാജ്യം നേരിടുകയാണ്. BJPയുടെ വർഗീയ ഫാസിസത്തിൻ്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ സ്ഥാപനങ്ങളെ നോക്കുകുത്തിയാക്കി ഫാസിസ്റ്റ് പ്രവണതയുള്ള ഭരണാധികാരികളായിട്ട് അവർ മാറിയിരിക്കുന്നു. ഇന്ദിരാഗാന്ധി ചെയ്തതും അതുതന്നെയാണ്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ കോൺഗ്രസ്സുകാർ പറഞ്ഞത് ഈ സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടി മുൻകൈയെടുത്ത് പ്രവർത്തിച്ച പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ്. നമുക്കതിലൊന്നും തർക്കമുണ്ടായിരുന്നില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ് സ്വാതന്ത്ര്യ സമരം തുടങ്ങിയത്. അത് വർഷങ്ങളോളം നീണ്ടു. എന്നാൽ ആ കോൺഗ്രസിനകത്തെ ഉൽപ്പതിഷ്ണുക്കളായ ജനസ്നേഹികളായിട്ടുള്ള ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ഒട്ടേറെ പേർ കോൺഗ്രസിൻ്റെ രീതി ശരിയല്ല, സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ ഈ രാജ്യത്ത് സമാധാനവും ജനാധിപത്യവും പുലരണം, അതുകൊണ്ട് കോൺഗ്രസിനകത്ത് തന്നെ പുരോഗമനവാദികളുടെ ഒരു പ്രത്യേക വിഭാഗം രൂപീകരിക്കപ്പെട്ട് അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾ പ്രവർത്തിച്ചിരുന്നു. കോൺഗ്രസിനകത്ത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും രൂപം കൊള്ളുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്. കോൺഗ്രസിൻ്റെ പോക്ക് ശരിയല്ലെന്ന് അന്ന് ഇടതുപക്ഷ ആശയഗതിക്കാർ പറഞ്ഞെങ്കിലും പലർക്കും അത് അന്ന് വിശ്വാസത്തിൽ എടുക്കാൻ സാധിച്ചില്ല. പക്ഷേ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മജി ആ കാര്യം പ്രഖ്യാപിച്ചു. കോൺഗ്രസ് ശരിയല്ല, അവരെ ജനകീയ പക്ഷത്തല്ല, കോൺഗ്രസ് രാജ്യം ഭരിച്ചാൽ സാധാരണക്കാർക്ക് ഗുണമുണ്ടാവും തോന്നുന്നില്ല, അതുകൊണ്ട് കോൺഗ്രസ് പിരിച്ചുവിടണം, എന്നിട്ട് ജനങ്ങൾക്ക് വേണ്ടി ജനകീയമായി കാര്യം ചെയ്യാൻ സാധിക്കുന്നവർ ഇന്ത്യയുടെ അധികാരത്തിലേക്ക് വരട്ടെ എന്നാണ് മഹാത്മാഗാന്ധി 1947 പ്രഖ്യാപിച്ചത്. മഹാത്മജി വളരെ പെട്ടെന്ന് തന്നെ വധിക്കപ്പെട്ടു.
വർഗീയ ഭ്രാന്തന്മാരുടെ ഇടപെടലാണ് മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തുന്നതിന് കാരണമായത്. നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന RSSകാരൻ മഹാത്മാഗാന്ധിയെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തി. എന്തുകൊണ്ടാണ് കോൺഗ്രസ് മഹാത്മജി പറഞ്ഞതുപോലെ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ പരിശോധിക്കേണ്ടത്. ഇന്നത്തെ കോൺഗ്രസ് കൈയാളുന്ന നയം എന്താണ് എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. ഇന്ന് BJPയുടെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ, RSSകാരുടെ തേരോട്ടം, അതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, അതിനെതിരെ പ്രതികരിക്കുമ്പോൾ നമുക്ക് കോൺഗ്രസിൻ്റെ പഴയകാല പ്രവൃത്തികളും ഓർമ്മിക്കാതിരിക്കാൻ കഴിയില്ല. അടിയന്തരാവസ്ഥയുടെ നാളുകളിൽ നടന്ന ക്രൂരതകൾ, അതുകൊണ്ടാണ് 50ാം വാർഷികം നടക്കുന്ന സമയത്ത് നമ്മൾ ഈ നാട്ടിലെ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് എത്രമാത്രം വലിയ ജനാധിപത്യ ധ്വംസനമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്നത് എന്ന് സൂചിപ്പിക്കുന്നത്. കോൺഗ്രസ് ഒരിക്കലും ജനകീയമായിരുന്നില്ല. 47 മുമ്പ് തന്നെ വലിയ പോരാട്ടമാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി നടന്നത്. ചില ആളുകൾ നമ്മുടെ നാട്ടിൽ പറയാറില്ല, എല്ലാ പാർട്ടിയും കണക്കാണ്, നിങ്ങൾ ആര് ഭരിച്ചാലും ഞങ്ങൾക്കെല്ലാം ഒരുപോലെയാണ്, അല്ലേ? എന്താ വ്യത്യാസം എന്ന് ചോദിക്കുന്ന ചിലരുണ്ട് നമ്മുടെ നാട്ടിൽ. ഇവിടെ അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഇല്ലാതിരിക്കാൻ വഴിയില്ലല്ലോ, അല്ലേ? ചിലർ നിഷ്കളങ്കമായിട്ട് പറയുന്നതായിരിക്കും, എന്നാൽ ചിലർ രാഷ്ട്രീയ വിദ്വേഷം കൊണ്ട് നമ്മളോട് ഇഷ്ടമല്ലാതിരിക്കുമ്പോൾ പറയാൻ കാണുന്ന വർത്താനം എന്താ? എല്ലാം കണക്കാണ്, ഞാനൊരു നല്ലയാളാണ്, നിങ്ങളെല്ലാം കണക്കാണ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരുപോലെയാണെന്ന് പറയാൻ സാധിക്കുക? ഇവിടെ വലിയ പോരാട്ടങ്ങളുടെ ചരിത്രമുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് മാത്രമല്ല, 1930കളിലും 40കളിലും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായി ഇന്നത്തെ അതുപോലെ മൺമറഞ്ഞു പോയവരുമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് ചേർന്നിട്ട് തന്നെയാണ് സ്വാതന്ത്ര്യ സമര പ്രവർത്തനം തുടങ്ങിയത്. EMSഉം AKGയും സൂർജിത്തും എല്ലാം. പക്ഷെ അവർക്ക് ആ പോരാട്ടത്തിന്റെ നാളുകളിൽ കോൺഗ്രസിനോട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. അതെന്തിന്റെ പേരിലായിരുന്നു? ബ്രിട്ടീഷുകാരിവിടെ ഭരിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ നാട്ടുരാജാക്കന്മാരുടെ ഭരണമാണ്, പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആണ്. അത് കേരളത്തിലായാലും കേരളം രൂപം കൊണ്ടിട്ടില്ല, സംസ്ഥാനങ്ങൾ രൂപം കൊണ്ടിട്ടില്ല. ഇന്നത്തെ ഇന്ത്യയുടെ പല ഭാഗത്തും വന്നുണ്ടായിരുന്നത് പല നാട്ടുരാജാക്കന്മാരുടെ ഭരണമാണ്. ഇന്ന് BJP പ്രചരിപ്പിക്കുന്നത് രാജാക്കന്മാരുടെ ഭരണം വന്നാൽ തർക്കമില്ല എന്നാണ്. വലിയ ചെങ്കോലും കിരീടവും ഒക്കെ ആയിട്ട് നടക്കാനാണ് അവർക്ക് ആഗ്രഹം. രാജവാഴ്ച തിരിച്ചു കൊണ്ടുവരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. എന്നിട്ട് പ്രചരിപ്പിക്കുന്നതോ രാജാക്കന്മാരുടെ ചിത്രകഥകളൊക്കെ കാണാൻ നല്ല രസമാണ്. നല്ല കിരീടവും ആഡംബര വേഷവും സ്വർണ്ണാഭരണങ്ങളും കയ്യിലൊക്കെ കാപ്പും ഒക്കെ അണിഞ്ഞിട്ടുള്ള രാജാക്കന്മാരും അതിമനോഹരമായ വേഷധാരികളായിട്ടുള്ള രാജ്ഞികളെയൊക്കെ കാണുമ്പോൾ ഇതാണ് ലോകമെന്ന് വിചാരിക്കുക. എന്നാൽ രാജവാഴ്ച കാലത്ത് ഇന്ത്യയുടെ നാനാഭാഗത്തും നിലനിന്നിട്ടുള്ള ഫ്യൂഡൽ വാഴ്ച, ഭൂപ്രഭുക്കന്മാർ, ജന്മിമാർ, അവരെല്ലാം സാധാരണ ജനങ്ങളോട് എങ്ങനെയാണ് പെരുമാറിയത്? രാജവാഴ്ച കാലത്തെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ആരെങ്കിലും സൂചിപ്പിക്കാറുണ്ടോ? വളരെ വലിയ ദൈന്യതയായിരുന്നു. ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും കൊടും പട്ടിണിയായിരുന്നു. അത് കേരളത്തിലും അങ്ങനെ തന്നെയാണ്. ഞാൻ ആ ചരിത്രത്തിലേക്കൊന്നും ഒരുപാട് പോകുന്നില്ല. പക്ഷെ എല്ലാം കണക്കാണെന്ന് പറയുമ്പോൾ കേരളത്തിലെങ്കിലും അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ നമുക്ക്. കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലുണ്ടായിട്ടുള്ള വലിയ വളർച്ചയുണ്ട്. നമ്മുടെ എല്ലാം ജീവിതത്തിലുണ്ടായിട്ടുള്ള വലിയ മാറ്റമുണ്ട്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ കേരളം മുന്നിട്ട് നിൽക്കുന്നു എന്നാണ് പറയുന്നത്. ഒന്നാമതാണ്. എന്താണ് ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്? അതിനെ ആസ്പദമാക്കുന്ന മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? അതിലൊന്ന്, ജനങ്ങൾക്കെല്ലാം ഭക്ഷണം കഴിക്കാനുണ്ടോ എന്നുള്ളതാണ്. എന്നത് പറയുമ്പോൾ ഒരു തമാശ കഥയാണ്. ഭക്ഷണം കഴിക്കാനില്ലാത്ത എത്ര ആളുണ്ട് ഇവിടെ? ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ചിലർ കടമൊക്കെ ഉണ്ട് ബാങ്കിൽ, കുട്ടികളെ പഠിപ്പിക്കാൻ വിഷമമുണ്ട്, നമ്മൾ വിചാരിച്ച പോലെ ജീവിക്കാൻ കഴിയാത്തതിൻ്റെ വിഷമമുണ്ട്. പക്ഷെ ഒരു നേരം പോലും വീട്ടിനകത്ത് ഒരു മണി അരിയിരിപ്പില്ലാതെ, ഒരാഹാരവും കഴിക്കാതെ ദിവസങ്ങളോളം പട്ടിണി കിടക്കുന്നവർ ഈ നാട്ടിൽ എത്ര പേരുണ്ട്? അതില്ല. 400 വീടുകൾക്കൊരു റേഷൻ കട ഇന്ന് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തുമുണ്ട്. 400 റേഷൻ കാർഡ്, അല്ലേ? അതിന് ഒരു കട അതുണ്ട് നമുക്ക്. അതുണ്ടെങ്കിൽ ഇച്ചിരി അരി മേടിച്ചു കൊണ്ടുവന്ന് കഞ്ഞി കഴിച്ചു കുടിക്കരുതോ പട്ടിണി കിടക്കുമ്പോൾ? പട്ടിണി ഇല്ലാതായല്ലോ. അതുമാത്രം പോരാ, നമ്മൾ അതിനേക്കാൾ വലുതാണ് ഇപ്പം ചിന്തിക്കുന്നത്. പക്ഷേ ആ കൊടും പട്ടിണി അവസാനിപ്പിച്ചിരിക്കുന്നു നമ്മൾ. അവസാനം പരിശോധിക്കുമ്പോൾ അതിദാരിദ്ര്യത്തിൻ്റെ കണക്കിൽ കോൺഗ്രസ് ദീർഘകാലം ഭരിച്ച BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഉത്തർപ്രദേശിലും മറ്റും
എക്സ്ട്രീം പോവർട്ടിയുടെ കണക്കെടുത്തപ്പോൾ 30% ഒരു നേരം ആഹാരം കഴിക്കാനില്ലാത്തവർ. 100 ആളെ എടുത്താൽ 30 പേർക്കും ഒരു നേരം പോലും വയറു നിറയെ ആഹാരം കഴിക്കാൻ സാധിക്കുന്നില്ല. അതാണ് എക്സ്ട്രീം പോവർട്ടി. ഇവിടെ 0.7% ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. അതും ആഹാരം കഴിക്കാനില്ലാഞ്ഞിട്ടല്ല. അവർക്ക് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ അടുത്ത് സ്കൂളുണ്ടോ, ചികിത്സിക്കാൻ അടുത്ത് ആശുപത്രി ഉണ്ടോ, ഈ പരിശോധനയെല്ലാം നടത്തിയപ്പോഴാണ് കുറച്ച് പേര് അതിനകത്ത് വന്നത്. മറ്റേ വീടുണ്ടോ പാർക്കാൻ, വീടില്ലാത്തവരെയെല്ലാം നമ്മൾ എക്സ്ട്രീമിലി പുവറായിട്ട് കൂട്ടിയത് കൊണ്ടാണ് നമുക്ക് വാടക വീട്ടിൽ താമസിക്കുന്നവരൊക്കെയാണെന്നാലും അവരെയും കൂടി അവർക്കൊരു വീടായിട്ടില്ല. എന്നിട്ട് പോലും 0.7%. ഈ മാറ്റത്തിലേക്ക് എത്തിയത് നമ്മൾ വലിയ പോരാട്ടം നടത്തിയതിൻ്റെ ഫലമായിട്ടാണ്. അതാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം നടത്തുമ്പോൾ ഇടതുപക്ഷ ആശയഗതിക്കാർ പറഞ്ഞു, കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു, ഇവിടുത്തെ ഫ്യൂഡൽ ജന്മി തമ്പുരാക്കന്മാർക്കെതിരായിട്ട് സമരം ചെയ്യണം. കോൺഗ്രസ് അതിനൊരുക്കുണ്ടായിരുന്നില്ല. കോൺഗ്രസിന്റെ ഉപരിപ്ലവമായിട്ടുള്ള പോരാട്ട രീതിയായിട്ട് മാറി. അഹിംസയൊക്കെ നല്ലതാണ്. ഗാന്ധിജിയോടൊക്കെ വലിയ സ്നേഹം, കോൺഗ്രസ്സുകാരേക്കാൾ സ്നേഹം ഇടതുപക്ഷക്കാർക്കാണ് ഗാന്ധിജിയോട്. കാരണം നാനാജാതി മതസ്ഥരായിട്ടുള്ള ഇന്ത്യക്കാരെ സ്വാതന്ത്ര്യമോഹത്തിന്റെ ഒരു ചരടിൽ ഒരുമിപ്പിച്ചെടുക്കാൻ മഹാത്മജി ചെയ്തിട്ടുള്ള വലിയ പ്രവർത്തനമുണ്ട്. ആ മഹാനായിട്ടുള്ള മനുഷ്യൻ മരിച്ചു വീഴുന്നതും മനുഷ്യരെല്ലാം ഒന്നാണ് എന്ന ബോധത്തിൽ ഈ ഹിന്ദു മുസ്ലിം ലഹള ഉണ്ടാവരുത്, വിഭജനം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. മുസ്ലിങ്ങളെ ആക്രമിക്കാൻ പുറപ്പെടുമ്പോൾ അരുത്, അവർ ഇന്ത്യൻ പൗരന്മാരാണ് എന്ന് പ്രഖ്യാപിച്ചതിനാണ് മുസ്ലിം പ്രീണനം നടത്തി. ഇപ്പൊ നമുക്കെതിരെ പറയുന്നത് അങ്ങനെയാണ്. ന്യൂനപക്ഷത്തിന്റെ അവകാശത്തിന് വേണ്ടി പറയുമ്പോൾ ഇവർ മുസ്ലിം പ്രീണനം നടത്തുന്നു എന്ന് തെറ്റായി പ്രചരിപ്പിച്ച് മറ്റു മതക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ ഒരു പ്രചരണം നടത്തുന്നുണ്ട്. നമ്മളെല്ലാ വർഗീയതയ്ക്കും എതിരാണ്, നമുക്ക് പിന്നീട് പറയാം. പക്ഷേ മഹാത്മജിയും ഇടതുപക്ഷക്കാരെ പോലെ തന്നെ പറഞ്ഞത് ഇന്ത്യയിലെ എല്ലാ മതസ്ഥരുടേതുമായിരിക്കണം. പക്ഷേ സ്വാതന്ത്ര്യത്തിന് മുമ്പ് വലിയ പോരാട്ടം നടത്തുമ്പോൾ ഇവിടെ നിലനിന്നിരുന്ന ജന്മിത്വത്തിന്റെ കരാളതകൾക്കെതിരായിട്ട് സമരം നടത്താൻ അന്ന് കോൺഗ്രസ് കൂട്ടുനിന്നിട്ടില്ല. അന്ന് ഇടതുപക്ഷമാണ്. കൃത്യമായി പറഞ്ഞാൽ 1930-കളിലാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് വ്യക്തമായിട്ട് കേരളാവുന്നതിന് മുമ്പേ മലബാറും തിരുവിതാംകൂറും ഒക്കെ അറിയുന്നത്. മാർക്സിന്റെയും എംഗൽസിന്റെയും എല്ലാം ആശയഗതികൾ എങ്ങനെയോ ഇവിടെയെല്ലാം പ്രചരിച്ചു. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ പോലുള്ളവർ കാൾ മാർക്സിന്റെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയെ കുറിച്ചൊക്കെ ഇവിടെ എഴുതി. ഞാൻ ആ ചരിത്രത്തിലേക്കൊന്നും ഒരുപാട് ഇവിടെ പോകുന്നില്ല. ഇവിടാണ് 1848 ഈ 2 ചെറുപ്പക്കാർ ഒരു കുഞ്ഞു പുസ്തകം എഴുതിയിട്ട് പറഞ്ഞത്, ഈ വർഗ വിഭജനം കാരണമാണ് ഭൂമിയിൽ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. അതുകൊണ്ട് ചൂഷണം അനുഭവിക്കുന്ന വർഗം, ഹിന്ദു ആയാലും മുസ്ലിം ആയാലും വേണ്ടില്ല, റഷ്യക്കാരനായാലും ചൈനക്കാരനായാലും ഇന്ത്യക്കാരനായാലും വേണ്ടില്ല, നിങ്ങൾ സംഘടിച്ച് ഈ നമ്മളെ ചൂഷണം ചെയ്യുന്നവർക്കെതിരായിട്ട് സമരം ചെയ്തിട്ട് വേണം ഈ ചൂഷണം അവസാനിപ്പിക്കാൻ. ഒരേ രീതിയിൽ എല്ലായിടത്തും പറ്റില്ല. ചെറുക്കും അടിയന്തരാവസ്ഥയൊക്കെ പ്രഖ്യാപിച്ചിട്ട് ആക്രമിക്കാൻ നിൽക്കും ഭരണാധികാരികൾ അല്ലേ. അവർക്ക് അലമ്പുണ്ടാകുമ്പോൾ പല്ലും ദംഷ്ട്രയും കാണിക്കാൻ തുടങ്ങും അവര്. അപ്പൊ അതിനെയെല്ലാം ചെറുക്കാൻ കഴിയും വിധം തൊഴിലാളികൾ ജാതി മതഭേദമില്ലാതെ ഒരുമിച്ച് നിന്ന് കാര്യങ്ങൾ പഠിച്ച് ചൂഷണത്തിനെതിരായി ശബ്ദമുയർത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് ലോകത്ത് വിപ്ലവം നടക്കുന്നത്. എന്താ വിപ്ലവം എന്ന് പറഞ്ഞാൽ? വിപ്ലവം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മാറ്റമാണ്. നിലനിൽക്കുന്ന സമൂഹത്തിൽ ഗുണപരമായ മാറ്റം ഉണ്ടാകുന്നതിനെയാണ് കമ്മ്യൂണിസ്റ്റുകാർ വിപ്ലവം എന്ന് പറയുന്നത്. ഈ സമൂഹം പല ഘട്ടത്തിലൂടെ കടന്നു വന്നിട്ടുണ്ട്. ഞാനതെല്ലാം വിശദീകരിക്കുകയല്ല. വളരെ പ്രിമിറ്റീവായിട്ടുള്ള നാളുകളിൽ കാട്ടിലൊക്കെ ആയിരുന്നു ആളുകളുടെ താമസം. ഓടി നടന്ന് ആഹാരം ശേഖരിച്ച് ഭക്ഷിച്ച് എവിടെയെങ്കിലും ഗുഹകളിലൊക്കെ കിടന്നുറങ്ങുന്ന ആ പ്രാചീന മനുഷ്യർ കുറെ കഴിഞ്ഞപ്പോൾ ആഹാരത്തിന്റെ കുറവൊക്കെ വന്നപ്പോൾ അവരെല്ലാം കൂടി താഴെ കുന്നിറങ്ങി വന്ന് ഏതെങ്കിലും നദീതീരത്തൊക്കെ താമസിച്ച് അവിടെ ഇത്തിരി കൃഷിയൊക്കെ ചെയ്യാൻ തുടങ്ങി. കന്നുകാലികൾ വളർത്താൻ, കാട്ടുമൃഗങ്ങളെ പിടിച്ചുകൊണ്ടെന്ന് വളർത്താൻ തുടങ്ങി. പശുവിനെ വളർത്തിയാൽ പാൽ കിട്ടുമെന്ന് മനസ്സിലാക്കി, ആഹരിക്കാമെന്ന് മനസ്സിലാക്കി. ഇതൊന്നും 1-2 ദിവസം കൊണ്ടല്ല, വർഷങ്ങൾ കൊണ്ടുണ്ടാകുന്ന മാറ്റമാണ്. അങ്ങനെയാണ് സിന്ധു നദീതട സംസ്കാരവും അല്ലേ, അതുപോലുള്ള നൈൽ നദീതട സംസ്കാരവും ഒക്കെ വന്ന് അവിടെ താമസിച്ചു. അപ്പം പണ്ട് പലയിടത്തും കുഴിക്കുമ്പോൾ ആ പഴയകാല രീതിയുടെ അവശിഷ്ടങ്ങളൊക്കെ കണ്ടുകിട്ടുന്നുണ്ട്. അവിടുന്ന് മനുഷ്യൻ മാറി. ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ ചില മേഖലകളിൽ അടിമ ഉടമ സമ്പ്രദായം ഉണ്ടായി. ദുർബലരായിട്ടുള്ള പാവപ്പെട്ട മനുഷ്യരെ കുറച്ച് സമ്പാദ്യം കയ്യിൽ ലോഹങ്ങളും ആയുധങ്ങളും ഒക്കെ കൈവശം വന്നു ചേർന്ന ചില ആളുകൾ, ഇന്നത്തെ ബാങ്ക് ബാലൻസ് ഒന്നുമില്ല,
മറ്റു മനുഷ്യരെ ഈ ആയുധങ്ങളൊക്കെ കാട്ടി പേടിപ്പിച്ച് അടിമകളാക്കുക. സ്ലേവറി. എന്നിട്ട് ആ അടിമകൾ, 10 അടിമകളുള്ളവൻ ധനികൻ, 100 അടിമകളുള്ളവർ മഹാധനികൻ. അല്ലേ? ഈ പാവപ്പെട്ട അടിമകളെ എന്തൊക്കെ ചെയ്തു കൂട്ടരെ? സ്പാർട്ടക്കസ് ഒക്കെ വായിച്ചിട്ടില്ലേ? നമ്മൾ വായിക്കണം. ഗ്രീസിലെയൊക്കെ അടിമത്വം. ചങ്ങല കെട്ടിട്ട് നടത്തുക മനുഷ്യനെ. പണിയെടുക്കുമ്പോൾ പോലും ചങ്ങല, ഈ അടിമ ഓടിപ്പോയാലോ എന്നുള്ളതാണ്. ആ അടിമയുടെ ഒരു ഭംഗി ഇപ്പോഴും കർണാടക സ്റ്റേറ്റിൽ നിൽക്കുക. നിങ്ങൾ കഴിഞ്ഞ നാളിലൊരു പത്രത്തിൽ വായിച്ചു, ഗൗഡറുടെ തോട്ടത്തിൽ പണിക്ക് പോയിട്ടുള്ള, നമ്മുടെ കേരളത്തിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ ചിലപ്പോൾ പണിക്ക് പോകും. അവരെ ചിലരെ ആ ഗൗഡറുടെ തോട്ടത്തിൽ പിടിച്ച് കെട്ടിയിട്ടിട്ട് പണി എടുത്ത കൂലി കൊടുക്കാതെ നിൽക്കുകയാണ്. ചിലർ ചാടിപ്പോന്നു. ഇവിടെയാ നല്ലതെന്ന് മനസ്സിലായപ്പോൾ ചിലർ കുടുങ്ങിപ്പോയി. കൂടുതൽ പൈസ കിട്ടുന്ന മറ്റോ ഞാൻ തോട്ടത്തിൽ പണിക്ക് പോയതാണ്. പക്ഷേ അവിടെ കെട്ടിയിട്ടിട്ട് അവരെ ദ്രോഹിക്കുകയാണ്, അവരെ അടിമകളാക്കുകയാണ്. ബോണ്ടഡ് ലേബർ നിൽക്കുകയാണ് അവിടെയൊക്കെ. ഒരു ബിഹാറുകാരനാണ് കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് ബോണ്ടഡ് ലേബറിനിടയായിട്ട് എങ്ങനെയോ ചാടിപ്പോവാൻ 2-3 തവണ ശ്രമിച്ചപ്പോൾ ഗൗണ്ടർ പിടിച്ച് നല്ല അടിയൊക്കെ കൊടുത്ത് ശരീരമൊക്കെ കരന്ന് മുറിവേൽപ്പിച്ച് കെട്ടിയിട്ട് മുറിവുണങ്ങുമ്പോൾ വീണ്ടും പണിയെടുപ്പിച്ച് ഒന്നും കൊടുക്കില്ല, ഒരു ഇത്തിരി ആഹാരം കൊടുക്കും. അങ്ങനെ അവിടെ ആയത്. അപ്പൊ ഇപ്പോഴും ഇന്ത്യയുടെ പല ഭാഗത്തിലും അത്ര നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഭൂമിയുടെ പല ഭാഗത്തും ഈ അടിമോടമ സമ്പ്രദായം എങ്ങനെയാണ് നിന്നുപോയത്? മനുഷ്യരും മിണ്ടാണ്ട് നിന്നിട്ടല്ല. മനുഷ്യർക്ക് സ്വഭാവമുണ്ട്, നല്ല വിഷമം വരുമ്പോൾ പ്രതികരിക്കും. അപ്പൊ അടിമകൾ കലാപം ആരംഭിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊന്നുമില്ല, നല്ല പാർട്ടിയൊക്കെ സംഘടിപ്പിച്ച് ആ രീതിയിലൊരു വലിയ പോരാട്ടമൊന്നും ശാസ്ത്രീയമായിട്ട് നടന്നിട്ടില്ലെങ്കിലും അവർ സംഘടിച്ച് ഉടമകൾക്കെതിരായിട്ട് വലിയ കലാപമൊക്കെ തുടങ്ങി. കുറച്ച് കഴിയുമ്പോൾ ക്രമേണ ഈ അടിമ ഉടമ സമ്പ്രദായം മാറിയെങ്കിലും ഈ ഭൂവുടമ സമ്പ്രദായമൊക്കെയാണ് ചിലയിടത്ത് വന്നത്. ഫ്യൂഡലിസം. കമ്മ്യൂണിസ്റ്റുകാർ ചരിത്രത്തെ അപഗ്രഥിക്കുമ്പോൾ ഈ മാറ്റങ്ങൾ കാണുകയാണ്. ഫ്യൂഡലിസത്തിൽ വലിയ ലാൻഡ് ലോഡ്സ്, ടെനൻസ്. ഞാനൊക്കെ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ അമ്മമ്മ പറഞ്ഞിട്ടുണ്ട്. 57 ഞാൻ ജനിക്കുന്നു, ഇടതുപക്ഷ ഗവൺമെന്റ് വരുമ്പോൾ. അതിനു മുമ്പ് ജീവിച്ചവരാണ് എൻ്റെ അമ്മയും അമ്മമ്മയൊക്കെ എഴുതുന്നത്. അമ്മമ്മയുടെ കുട്ടിക്കാലത്തൊക്കെ കല്യാട്ടെ യജമാനന്റെ ഭൂമി എന്നാ പറയാ ഞങ്ങൾ വീട് നിൽക്കുന്ന സ്ഥലം. വീട്ടിൽ പട്ടയവും രേഖയൊന്നും ഇല്ല, വീട്ടില് ആർക്കും ഇല്ല. എന്നിട്ട് ആ രേഖയില്ലാത്ത വീട്ടിൽ നിന്ന് നട്ടാപാതിരാക്ക് വന്നിട്ട് ഈ ജന്മയുടെ ആളുകൾ ഇറങ്ങണമെന്ന് പറഞ്ഞാൽ കുടിയൊഴിയണം. അല്ലേ? ഒഴിയണം, അധികാരമില്ല. എന്റെ സ്ഥലം റോഡിന് പോയി 10 സെന്റ് എന്ന് പറഞ്ഞിട്ട് രേഖയെടുത്ത് പോയി പൈസ മേടിക്കാനൊന്നും മലയാളിക്ക് അവകാശം ഉണ്ടായിരുന്നില്ല. അന്ന് ആർക്കും ഉണ്ടായിരുന്നില്ല. അഗസ്തിക്കും ഇല്ല, കുഞ്ഞരാമനും ഇല്ല, അബ്ദുറഹിമാനും ഇല്ല. ജാതി മതമൊന്നും ഇവിടെ പ്രശ്നമല്ല. പക്ഷേ ആ ഭൂമിയിൽ താമസിക്കുന്ന കുടിയാന്മാർ സഹിച്ചത് ഗ്രീസിലെ അടിമത്തം പോലെ ഭയാനകമായിട്ടുള്ള അവസ്ഥയാണ്. കാര്യം മോശമാണല്ലോ, എല്ലാം കണക്കാണോ? ഇതാണ് നമ്മൾ കാണേണ്ടത്. ഞാൻ ഇത്ര എല്ലാ കാര്യവും ഒറ്റപ്പടി പറയാനുണ്ട്. കുടുംബശ്രീ അയൽക്കൂട്ടം നമ്മൾ കൊണ്ടുവന്നതാണ്. ഓരോ കുടുംബത്തിലെ സ്ത്രീകൾക്കൊക്കെ വലിയ അഭിമാനമായില്ലേ? ചിലയിടത്ത്, ഇവിടെയൊന്നുമല്ല, ഭർത്താക്കന്മാർ ഭയങ്കര ക്രൂരന്മാരായിട്ടുള്ള ചില ആളുകളുണ്ട്. പെണ്ണുങ്ങളോട്, സ്ത്രീകളോട് പറയും, നീ മിണ്ടരുത്, ഞാൻ അധ്വാനിച്ചു കൊണ്ടുവന്ന് നിന്നെ പോറ്റുകയാണ്. എന്നിട്ട് 1 കിലോ അരി മേടിക്കൊടിച്ചിട്ട് 2 ആഴ്ച കഴിയുമ്പോൾ ചോദിക്കും, 1 കിലോ അരി ഞാൻ വാങ്ങി തന്നത് നീ എന്ത് ചെയ്തു? അപ്പൊ ആ പാവപ്പെട്ട സ്ത്രീ പറഞ്ഞു, ഞാൻ എരിയെടുത്ത പാട് തിന്ന് കളഞ്ഞു. അപ്പൊ കിട്ടും അടി. തർക്കത്തരം പറയുന്നു ഇവിടെ, അല്ലേ? പിന്നെ ഞാനെന്ത് ചെയ്തു? കഞ്ഞി വെച്ച് നിങ്ങൾക്കെല്ലാം തന്നില്ല മനുഷ്യ. അപ്പൊ അടി കിട്ടും ചിലയിടത്ത്, എല്ലാടിയും അല്ല കേട്ടോ. ഇപ്പോഴും ഭർത്താക്കന്മാർ സ്ത്രീകളോട് ചോദിക്കാൻ തുടങ്ങി, ഒരു 2000 രൂപയ്ക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു സരസ്വതി, അല്ലേ? എന്തെങ്കിലും വഴി ഉണ്ടോടോ? ഇപ്പൊ ഇരിക്കേ, അല്ലേ ചേട്ടായി, ഞാൻ ഇപ്പൊ മേടിച്ചുകൊണ്ട് എന്റെ കുടുംബശ്രീ അയൽക്കൂട്ടത്ത് പോയാൽ കിട്ടും. ഭാര്യയ്ക്കൊരു അന്തസ്, ഭർത്താവിനൊരു സ്നേഹം. കുടുംബശ്രീ കൊണ്ട് ലക്ഷങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ആരാണ് ഈ സോഷ്യലിസ്റ്റ് ആസൂത്രണം ഇവിടെ കൊണ്ടുവന്നത്? ഇടതുപക്ഷമല്ലേ? അതിനെ നശിച്ചുപോകാതെ, തെറ്റായ വഴിയിലേക്ക് നീങ്ങാതെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. അതാണിപ്പോൾ നമ്മൾ വലിയ സംരംഭങ്ങളിലേക്ക് ഐസക് സാഹു ഇപ്പൊ നാടാക വിജ്ഞാന കേരളം എന്ന് പറഞ്ഞ് നടക്കുക. എന്തിനാ? ആ വിജ്ഞാന കേരളം പദ്ധതിയിലൂടെ എല്ലാവർക്കും ഗവൺമെന്റ് ജോലി കൊടുക്കാൻ സെൻട്രൽ ഗവൺമെന്റ് കൊന്നാപ്പെടില്ല. ഇവിടെ പുതിയൊരു തസ്തിക ക്രിയേറ്റ് ചെയ്താൽ അവിടുന്ന് പറയും, റവന്യൂ ചെലവ് കൂടി, ശമ്പളം കൊടുക്കണ്ടേ? റവന്യൂ കമ്മി കുറച്ചാലേ വായ്പ എടുക്കാൻ പോലും അധികാരം തരുന്ന ഓരോ കണ്ണുകണ്ടലിന്റെ മുന്നിൽ ഒരു തസ്തികയെ സൃഷ്ടിക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണ് പിണറായി പറഞ്ഞത്, യുവാക്കളെ നിങ്ങൾ തൊഴിൽ അന്വേഷകർ മാത്രമല്ല തൊഴിൽ ദാതാക്കളാവണം. അപ്പൊ അതിനും പിണറായി ചീത്ത പറഞ്ഞു ചിലര്. നല്ല എളുപ്പം തന്നെ ജോലി കൊടുക്കാൻ കഴിയാഞ്ഞിട്ട് ചെറുപ്പക്കാരോട് ജോലി കൊടുക്കണമെന്ന് പറയുന്നു. ഇത് സാധിക്കും. എന്റെ നാട്ടിൽ 3 സിവിൽ എഞ്ചിനീയർമാർ ചേർന്ന് 2 കൊല്ലം മുമ്പേ ഒരു കൺസൾട്ടേഷൻ കമ്പനി ഉണ്ടാക്കി ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചു. മുഖ്യമന്ത്രിയുടെ ആഹ്വാനമൊക്കെ കേട്ട് ആവേശഭരിതരായി തുടങ്ങി. നല്ല കോർപ്പറേറ്റ് ഓഫീസ് പോലുള്ള ഒരു മുറി, കറങ്ങുന്ന കസേര അവരവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പുറത്ത് ഒരു 5 കമ്പ്യൂട്ടർ ഓപ്പറേറ്റർമാർ, നല്ല മേശയും അതിന് മേലെ കമ്പ്യൂട്ടറൊക്കെ വെച്ചിട്ട് അവർ നിശ്ചയിച്ചതാണ്. കുട്ടികളെ ക്ലച്ച് പിടിക്കുമോ നോക്കാം,
2 കൊല്ലം കഴിഞ്ഞിട്ട് ഒരാളോട് ചോദിച്ചു, എങ്ങനെയുണ്ട് മക്കളെ, ഗംഭീരമായിട്ട് ഓർഡറൊക്കെ കിട്ടുന്നുണ്ട്, ഞങ്ങൾ 5 പകരം 10 കമ്പ്യൂട്ടർ ഓപ്പറേറ്റർമാരെ നിശ്ചയിച്ചിട്ടുണ്ട്, ഈ 3 ആള് 10 ആൾക്ക് പണി കൊടുക്കും. ഇത് എങ്ങനെ കവിന് ഒരേ തളപ്പൊന്നും പറ്റൂല. ഇത് വിചാരിച്ച് എല്ലായിടത്തും ഇത് തന്നെ തുടങ്ങാൻ പറ്റില്ല. പക്ഷേ ജോലി കൊടുക്കാനുള്ള സംരംഭം കണ്ടെത്താൻ വേണ്ടി തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ജില്ലകളിൽ തൊഴിൽ മേളകൾ നടത്തുന്നു, സ്കിൽ ഡെവലപ്മെന്റ് നടത്തുന്നു. ആളുകൾ അനാഥരായി പോകാതിരിക്കാൻ കൂടെ കെട്ടിപ്പിടിച്ച് നിർത്തുന്നു നമ്മള്. എന്നിട്ട് ജീവിതമാർഗം കണ്ടെത്തി കൊടുക്കുന്നു. LDF മോശ. അപ്പോഴാണ് ചില നുണപ്രചരണങ്ങൾ നടത്തിയിട്ട് UDF-ഉം അതുപോലുള്ള BJP ഒക്കെ വരുന്നത്. ഞാൻ എന്റെ പ്രസംഗം ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ കാലത്ത് നമ്മൾ അനുഭവിച്ച് തീർത്ത കാര്യങ്ങളാണ്. രാജനെ അടക്കം ഉരുട്ടിക്കൊന്നതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. കോളേജ് വിദ്യാർത്ഥി കോളേജിൽ അന്നത്തെ മുഖ്യമന്ത്രി വന്നപ്പോ, കോൺഗ്രസ്സുകാരൻ വന്നപ്പോ, രാജനൊരു ഗായകനാണ്. കാലക്കേട്ടിന് ആ കുട്ടി തെരഞ്ഞെടുത്ത പാട്ട് അല്ലേ, കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ശുനകനോ വെറും ശുംഭനോ. ഇയാളെ കുറിച്ചൊന്നല്ല പാടിയെന്നും കേട്ടോ. പക്ഷെ ആ പാട്ട് അതെന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് പറഞ്ഞിട്ടാണല്ലോ ആ സമർത്ഥനായ നല്ല മാർക്ക് വാങ്ങുന്ന ഈശ്വരവാര്യരുടെ മകനെ അവിടെ കോഴിക്കോടെ കക്കയത്ത് കൊണ്ടുപോയി ആ ക്യാമ്പിൽ വെച്ച് അന്നാണ് ഈ ഉരുട്ടലിനെ കുറിച്ച് നമ്മൾ അറിയുന്നത്. മേലാസകലം ഉലക്ക വെച്ചിട്ട് 2 ആൾ അതിന്റെ മേലെ ചവിട്ടി കയറിയിട്ട് എല്ലൊടിച്ച് പോയിട്ടാണ് ശരീരത്തിലെ അസ്ഥികൾ മുഴുവൻ നുറുങ്ങി വേദന സഹിച്ച് ആ ചെറുപ്പക്കാരൻ മരിച്ചു. അച്ഛനൊരു പുസ്തകം എഴുതി അതിനെക്കുറിച്ച്. ഈശ്വരവാര്യർ ആ കണ്ണീര് കുടിച്ച് ആകെ തളർന്ന് ആ വയോധികൻ മരണപ്പെടുകയാണ് ഉണ്ടായത്. ഇന്നും രാജന്റെ മൃതദേഹം എവിടെയാണെന്നറിയില്ല. എന്തെന്ത് പേര് AKG അടക്കം അനുഭവിച്ചില്ലേ. അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന് നമ്മൾ മുദ്രാവാക്യം വിളിച്ചു. അതിന് അറബിക്കടലിൽ താഴ്ത്തിയത് അറിഞ്ഞിട്ട് മാത്രമേ AKG ലോകം വിട്ടുപോയിട്ടുള്ളൂ കേട്ടോ. അതാണ് നമ്മൾ ഒരുപാട് ആളുകൾ ജയിലഴികൾക്കകത്ത് കടന്ന് മരിച്ചില്ലേ. എത്ര ചെറുപ്പക്കാർ അനുഭവിച്ചു. അതുതന്നെയാണ് ഇവിടെ നമ്മുടെ അവറാമി അനുഭവിച്ചത്. ഗുണ്ടകളുടെ വിളയാട്ടത്തിനിടയിൽ ആ ചെറുപ്പക്കാരന്റെ ജീവനെടുത്തു. അതാണോ കോൺഗ്രസ് ഈ നാടിന് വേണ്ടി നൽകിയ സംഭാവന? നമ്മൾ ഉണ്ടാക്കി വെച്ച ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ കയറി നിന്ന് പ്രസംഗിക്കാൻ കോൺഗ്രസുകാർക്ക് എളുപ്പ. പട്ടിണി മാറ്റിയതും ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടതും ആ അവസ്ഥയിൽ ഇവിടെ നിന്ന് കോൺഗ്രസുകാർക്ക് പ്രസംഗിക്കാൻ എളുപ്പ. നിങ്ങൾ ആ ബീഹാറിലും അതുപോലെ ഉത്തർപ്രദേശിലും നിങ്ങൾ സൃഷ്ടിച്ചു വെച്ച ജനജീവിതം എന്താണെന്ന് ഇപ്പൊ പരിശോധിക്കൂ. അത് ഇതുമല്ല, ഹൈപ്പോഗ്ലൈസീമിയ വന്നിട്ട് 300 കുട്ടികൾ ബീഹാറിൽ പടഞ്ഞു മരിച്ചു കൂട്ടരെ. ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്താണ് ഇവിടെ. 1 കുട്ടി മരിച്ചു, 2 കുട്ടി മരിച്ചു, 10 കുട്ടി മരിച്ചു. ഇത് മീഡിയയിൽ ഇങ്ങനെ വരുമ്പം ഇവിടുന്ന് എനിക്ക് നെഞ്ചിടിപ്പാ. എന്റെ എന്തോ തരക്കേടാണോ? നമുക്കങ്ങനെയാണല്ലോ. ഞാൻ ഇവിടുത്തെ ഒരു ആരോഗ്യമന്ത്രിയാണ്. അപ്പൊ എനിക്കെന്തോ അയ്യോ കുട്ടികളെ രക്ഷിക്കാമായിരുന്നില്ലേ. ഇവിടെ തൊട്ടടുത്തൊരു ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറഞ്ഞതാണെന്ന് മനസ്സിലാവില്ലേ? ഈ പാവപ്പെട്ട മനുഷ്യര് ഈ കുട്ടികളെ തോളത്തിട്ടിട്ട് 25 കിലോമീറ്റർ അകലേക്ക് കാൽനടയായിട്ട് ഓടേണ്ടി വന്നപ്പോഴല്ലേ കുട്ടികൾ പടഞ്ഞു മരിച്ചത്. പഞ്ചസാര വെള്ളം കലക്കി കൊടുത്താൽ ജീവൻ രക്ഷിക്കാമായിരുന്നില്ലേ? എങ്ങനെ ഹൈപ്പോഗ്ലൈസീമിയ വന്നു? അതും പറഞ്ഞിട്ടുണ്ട്. ദിവസങ്ങളായി പട്ടിണിയായ കുട്ടികൾ, ഒന്നും ആഹരിക്കാനില്ലാതെ. അടുത്ത ഏതോ സമ്പന്നന്റെ തോട്ടത്തിൽ ലിച്ചിപ്പഴം പഴുത്ത് വീണിരിക്കുന്നു. ആ വീട് കടന്ന ലിച്ചിപ്പഴം പെറുക്കി വയറ് നിറയെ കഴിച്ചു. വെറും വയറ്റിൽ ലിച്ചിപ്പഴം കഴിച്ചാൽ ശരീരത്തിലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറഞ്ഞിട്ടാണ് ആ കുഞ്ഞുങ്ങൾ മയങ്ങി ശരീരത്തിലെ ഓർഗൻസ് എല്ലാം പ്രവർത്തനം മുടക്കി മരിച്ചുപോയത്. നിങ്ങൾ ഒരു PHC അല്ലെങ്കിൽ ഒരു സബ് സെന്റർ ആ ഗ്രാമത്തിൽ സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ, BJP-കാരെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ആ പാവപ്പെട്ട 300 കുട്ടികൾ മരിക്കുമായിരുന്നു. അവിടെയെല്ലാം ജനസംഖ്യാ നിയന്ത്രണം എന്ന് പറഞ്ഞ് ചെയ്യുന്ന ഏർപ്പാടെന്താ? സ്ത്രീകളെ പിടിച്ച് നിരത്തി ഏതെങ്കിലും ഒരു തറയിൽ കടത്തിയിട്ട് വയറ് കീറുകയാണ്, നേരിട്ട് കത്രിക വെക്കുകയാണ്. എന്നിട്ട് പടച്ച് കരയുന്ന ചില സ്ത്രീകളുടെ വായിൽ ചില ഗുളികയിട്ട് കൊടുത്തു, വേദന സംഹാരിയാന്ന് പറഞ്ഞിട്ട്. എന്നിട്ടോ ആ ഗുളിക കഴിച്ച സ്ത്രീകളോട് വീട്ടിൽ പോയി കാണാൻ പറഞ്ഞു, മരിച്ചു. പിന്നീടാണ് എലിയെ കൊല്ലാൻ ഉപയോഗിക്കുന്ന രാസവസ്തു അടങ്ങിയ ഗുളികയാണ്. മുഖത്തടിക്കുകയും ചെയ്തു ചില ഡോക്ടർമാർ, മിണ്ടരുതെന്ന് പറഞ്ഞ്. എന്തൊരു ജന്മമാണ് കൂട്ടരെ നമ്മുടെ ഇന്ത്യൻ പൗരന്മാർ. അതാണോ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം? എന്നിട്ട് യാതൊരു ലജ്ജയുമില്ലാതെ പിണറായിയെയും നമ്മുടെ മന്ത്രിസഭയിലെ മന്ത്രിമാരെയെല്ലാം വായിക്ക് തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞ് ഇങ്ങനെ അഹങ്കരിച്ച് നടക്കുക. ഒരു കനകോലു എഫക്റ്റും വന്നിട്ടുണ്ട്. എന്ത് വൃത്തികേടും വിളിച്ചു പറയാൻ മടി കാണിക്കാത്ത ചെറുപ്പക്കാരാണ് ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ളത്. ഒരു ഷാഫി പറമ്പിലും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലും.
അവർ നല്ല രീതിയിൽ പ്രവർത്തിച്ച് നമ്മൾ അഭിനന്ദിക്കും. നമുക്ക് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ല. നവമാധ്യമങ്ങളിലൂടെ കനകോലുവിന്റെ സിദ്ധാന്തം അതെന്താ? വ്യക്തിഹത്യ നടത്തുക, ക്യാരക്ടർ അസാസിനേഷൻ. എന്തും വിളിച്ചു പറയാം. മുഖ്യമന്ത്രി എങ്ങനെ കരുതേച്ച് കാണിക്കാം. മുഖ്യമന്ത്രി ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തിയെന്നാ കുറെ നാൾ പ്രചരിപ്പിച്ചത്. അപ്പൊ ചിലരടുത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞു നോക്കുക, നേരായിരിക്കുവോ? കേട്ടില്ലേ? എവിടെയോ ബിരിയാണി ചെമ്പ്? നിങ്ങൾക്ക് വല്ല തെളിവും കൊടുക്കാൻ സാധിച്ചോ? നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവ് കൊടുക്കാൻ സാധിച്ചു? അപ്പൊ പറഞ്ഞു അതല്ല, കൈതോലപ്പാല ഈ പൈസ കിട്ടിയിട്ടാ കൊണ്ടുപോയത്. എവിടെയോ കൈതോലപ്പായ? പിണറായിക്ക് കമല ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ് വിദേശത്തൊരു വലിയ ഹോട്ടലുണ്ട്. താജ് ഇന്റർനാഷണൽ എന്നൊക്കെ പറയും പോലെ കമല ഇന്റർനാഷണൽ ഉണ്ടോ? അത് പിണറായി പറഞ്ഞു എവിടെയെന്ന് വെച്ചാൽ കാണിച്ചു തന്നാൽ അതിന് കൈക്കലാക്കാമായിരുന്നു അല്ലെ? കമലയുടെ പേരിലാണ്. ഉണ്ടോ പിണറായിക്ക്? ഇല്ലാലോ, നുണ പറഞ്ഞതല്ലേ. പൊന്നാപുരം കോട്ടയാണ് പിണറായിയുടെ വീട്. എന്നിട്ട് ഏതോ ഗൾഫുകാരൻ വലിയ ഗേറ്റൊക്കെ വെച്ചെടുത്ത ഒരു വീടിന്റെ ചിത്രം കൊടുത്തിട്ട് കുറെ നാൾ പറഞ്ഞു ഇതാണ് പിണറായിയുടെ വീട്. ഞങ്ങൾ ആ പിണറായിയിൽ അതുവഴി പോകുമ്പോൾ നോക്കി, എവിടെയാ കോട്ട? പിണറായിയുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. പഴയ കുഞ്ഞു വീട് പണ്ട് നായനാർ വന്നപ്പോൾ കളിയാക്കിയിരുന്നു, നിനക്കിതെല്ലാം പൊളിച്ചിട്ട് കുറച്ച് കാറ്റ് കയറുന്ന ഒരു വീടെടുത്തൂടെ വിജയാന്ന് പറഞ്ഞിരുന്നു. അത് കാറ്റ് കയറുന്ന ഒരു വീടെടുത്തിട്ടുണ്ട്. മോശം നമ്മളല്ല ഇപ്പോൾ തീരെ മോശമല്ലാത്ത ആഡംബരമല്ല, കുറച്ച് വൃത്തിയും വെടിപ്പുള്ള ഒരു വീട്. മക്കളെല്ലാം വലിയ കുട്ടികളാവുമ്പോൾ നമ്മളും കുറച്ച് വ്യത്യാസമായിട്ടുണ്ട് എടുക്കുന്നുണ്ട്. അതല്ലാതെ അവിടെ അപ്പൊ ഈ പൊന്നാപുരം കോട്ടയുടെ ചിത്രം കണ്ടപ്പോൾ ഗൾഫിലുള്ള ഒരാൾ പറഞ്ഞു, അയ്യോ അത് എന്റെ വീടാണ്, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊണ്ട് നല്ലൊരു ഗേറ്റ് ഉണ്ടാക്കിയതാണ് കോട്ട പോലെ, അത് പിണറായി വിജയൻ്റെതല്ല എന്ന് പറഞ്ഞു. അതവിടെ തീർന്നു. അതവിടെ തീരുവോ? എത്രയാളെ മനസ്സിലാണ് നിങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയത്? കോവിഡ് കാലത്ത് PPE കിറ്റ് അഴിമതി നടത്തിയെന്ന് എന്നെ കുറിച്ച് 5 കൊല്ലം കൂടി പിടികിട്ടിപ്പോയ ഒന്നാണ് എന്നെ കുറ്റം പറയാൻ. എന്താ സംഭവം? കോവിഡ് 2ാം തരംഗം വരുമ്പോ PPE കിറ്റ് നേരത്തെ നമ്മുടെ അടുത്ത് നിപ്പ കാലത്ത് ശേഖരിച്ച കുറച്ച് ബാക്കിയുള്ളത് കൊണ്ടാണ് മറ്റ് രാജ്യങ്ങളിലുള്ളത് പോലെ നമുക്ക് ഈ സുരക്ഷാ ഉപകരണങ്ങൾ ഇല്ലാത്ത അവസ്ഥ തുടക്കത്തിൽ വരാതിരുന്നത്. പക്ഷെ 2 മാസം ഉപയോഗിക്കുമ്പോഴേക്കും അത് തീർന്നു. ഇത് ഒരു ദിവസം കോവിഡ് രോഗികളുടെ അടുത്ത് പോകുന്ന ഒരു ആരോഗ്യ പ്രവർത്തകൻ, ഡോക്ടറായാലും നഴ്സായാലും 4 എണ്ണം മാറ്റണം. ഇത് ഒരു 1.5-2 മണിക്കൂറേ ഇത് ഇടാൻ പറ്റുള്ളൂ. ഇതിനകത്ത് ഭയങ്കര ചൂടായിരിക്കും. അധിക നേരം ഇട്ടതിന്റെ ഫലം ഉണ്ടാവില്ല. അത് അഴിച്ചു മാറ്റി കഴുകിയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല, അത് കത്തിക്കണം. അതാണ് പ്രോട്ടോകോള്. ലക്ഷങ്ങൾ വേണം. അപ്പൊ ഒരു ദിവസം ഇവരെല്ലാം കൂടി KMCയിലുകാർ ഓടിക്കഴിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു, മേഡം ഇനി ഒരു 4-5 ദിവസത്തേക്കുള്ള PPE കിറ്റേ ഉള്ളൂ. കേസാണെങ്കിൽ പെർ ഡേ 25,000 വരെ റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. നമ്മൾ എത്ര നിയന്ത്രിച്ചാലും കോവിഡ് പകരും. അങ്ങനെയുള്ള ഒരു വൈറസാണിത്. ഞാൻ പറഞ്ഞു എന്തേ ചെയ്യുക? വാങ്ങേണ്ടത് ആരോഗ്യമന്ത്രിയൊന്നുമല്ല, ചീഫ് സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ള മറ്റ് സെക്രട്ടറിമാരടങ്ങിയ ഒരു സമിതിയാണ് ഗവൺമെന്റ് ചുമതലപ്പെടുത്തിയത് കോവിഡിന്റെ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാൻ. ആ സമിതി തീരുമാനിച്ചു അടിയന്തരമായിട്ട് വാങ്ങാൻ നോക്കുമ്പോൾ എവിടെയെങ്കിലും വേണ്ടേ? ചൈനക്കാർ ലോക്ക്ഡൌൺ ആയപ്പോൾ ഇതങ്ങ് പൂഴ്ത്തി വെച്ചു. ചൈനയിൽ നിന്ന് റോ മെറ്റീരിയൽസ് കിട്ടുന്നില്ല, അടിച്ചിട്ട് ഇറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു കമ്പനിയുടെ അടുത്ത് കുറച്ച് സ്റ്റോക്ക് ഉണ്ട്. അവരാണെങ്കിൽ 1,500 രൂപ പറയുന്നു. അതൊരു 500 രൂപയ്ക്ക് വാങ്ങിയതാണ്. 1,500 രൂപയ്ക്ക് പറയുന്നു. വേണ്ടെന്ന് പറഞ്ഞവർ വേറെ ആർക്കും കൊടുക്കും. നല്ല ഡിമാൻഡാ. അപ്പൊ ചീഫ് സെക്രട്ടറി തീരുമാനിച്ചു, അധ്യക്ഷതയിൽ തീരുമാനിച്ചു നമ്മൾ കുറച്ച് ഓർഡർ ചെയ്യണം. എൻ്റെ അടുത്ത് ഫയൽ വന്നു. അപ്പൊ 50,000 വാങ്ങാനാണ്. എനിക്ക് ഒറ്റ കാര്യം ചെയ്യാൻ പറ്റും. ഒന്നുകിൽ അതിനകത്ത് ഒപ്പിട്ടിട്ട് ധനകാര്യ വകുപ്പിലേക്ക് അയക്കാം സമ്മതിച്ചിട്ട്, അല്ലെങ്കിൽ അതിനകത്ത് എഴുതിയിട്ട് ഇപ്പൊ വാങ്ങണ്ട, വില കുറയട്ടെ എന്നും പറഞ്ഞ് താഴേക്ക് അയക്കാം. ഒരു ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ രണ്ടാമത് പറഞ്ഞത് എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഡോക്ടർമാരും നഴ്സുമാരും കോവിഡ് രോഗികളുടെ അടുത്ത് സുരക്ഷാ ഉപകരണം ഇല്ലാതെ ചെന്നാൽ കോവിഡ് പടർന്നിട്ട് എത്ര ആരോഗ്യ പ്രവർത്തകരാണ് ലോകത്തിന്റെ നാനാഭാഗത്തും മരിച്ചുപോയത്. കേരളത്തിലൊരു ഒറ്റ ഡോക്ടറും നഴ്സും ആദ്യത്തെ ലിനി സിസ്റ്റർ അറിയുന്നതിന് മുമ്പേ, കണ്ടുപിടിക്കുന്നതിന് മുമ്പേ മരിച്ചതല്ലാതെ ഒരാളെ കൊലക്ക് കൊടുത്തോ? നമ്മൾ എത്ര സമർത്ഥമായിട്ടാണ് നമ്മൾ ഇടപെട്ടത്. അപ്പോ ഈ ചീഫ് സെക്രട്ടറി അടങ്ങിയ കമ്മിറ്റി 50,000 വാങ്ങണമെന്ന് പറഞ്ഞപ്പോ ഞാൻ അവരോട് ചോദിച്ചു, 50,000 ഒക്കെ പെട്ടെന്ന് തീർന്നു പോവില്ലേ? ഒരു 1-2 ലക്ഷത്തിന് ഓർഡർ കൊടുക്കണ്ടേ? അപ്പൊ പറഞ്ഞ അത് തന്നെ കിട്ടില്ല മേഡം. കാരണം ആ കമ്പനിക്കാർ അവരുടെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഉണ്ട്, അവരെ എല്ലാം സന്തോഷിപ്പിക്കാൻ ഉള്ളത് വീതിച്ച് അവർക്കെല്ലാം കൊടുക്കുകയാണ്. കിട്ടിയത് 15,000. ആ 15,000 കിട്ടി. അത് മാർക്കറ്റിൽ വന്ന് നമ്മളത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ വേറെ ഏതോ കമ്പനി കിട്ടിയ മെറ്റീരിയൽ ഇവിടുന്ന് സംഘടിപ്പിച്ച് സ്റ്റിച്ച് ചെയ്ത് മാർക്കറ്റിലെത്തിച്ചു. അപ്പൊ അതിന് 860 രൂപയ്ക്ക് അവർ വിൽക്കുന്നുണ്ട്. അപ്പൊ തന്നെ ഈ കമ്പനിയുടെ ബാക്കി ഓർഡർ ക്യാൻസൽ ചെയ്ത് ഈ മാർക്കറ്റിന്റെ വിലക്ക് നമ്മൾ മേടിച്ചു. എവിടെയുള്ള അഴിമതി അതിനകത്ത്? അന്ന് ചെയ്തത് തെറ്റാണെന്ന് ആരോഗ്യമന്ത്രി എന്ന നിലയിൽ
എനിക്കിപ്പോഴും തോന്നില്ല, ഞാനൊന്നല്ല പർച്ചേസ് ചെയ്തു, പക്ഷേ അത് ശരിയാണെന്ന് പറയാനേ എനിക്ക് പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഡോക്ടർ നേഴ്സ് മരിക്കാതിരുന്നത്. മുരളി കുമാരൻകുടി പറഞ്ഞു, മരിച്ചു പോകുമായിരുന്ന ആയിരങ്ങളുടെ ജീവൻ രക്ഷിച്ചതാണ് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിന്റെ പ്രത്യേകത എന്ന്. കേരള ഗവൺമെന്റിന്റെ ഗുണമെന്ന്. ശരിയല്ലേ? അത് മറക്കാമോ കടന്നു വന്ന വഴികളെ? പക്ഷേ ഭയങ്കര അഴിമതി എന്ന് പറഞ്ഞ് ഈ സോഷ്യൽ മീഡിയയിൽ കള്ളപ്രചരണം നടത്തുകയാണ് യാതൊരു ധാർമ്മികതയുമില്ലാതെ. അതിനെ നമ്മൾ ആ അർത്ഥത്തിൽ കാണുകയും നമുക്കുണ്ടല്ലോ കുറെ മാധ്യമങ്ങളൊക്കെ കേട്ടോ. നമ്മൾ ഇവരെ കുറിച്ച് നുണയൊന്നും പറയണ്ട. എവിടെ വയനാട്ടിലെ ആദിവാസികൾക്ക് വീടെടുക്കാൻ തിരിച്ച ഫണ്ട് കൊള്ളുന്നുണ്ട് ചോദിക്കുമ്പോ എല്ലാം അമുക്കിയില്ലേ, വാർത്ത വന്നില്ലേ? എന്നിട്ട് ഒരു മര്യാദയില്ലാതെ ഇങ്ങനെ പറഞ്ഞു നടക്കുകയാണല്ലോ. ഇത് തിരിച്ചറിയണം. ആരാണ് ജനങ്ങളുടെ ബന്ധു, ആരാണ് ശത്രു, ആരാണ് ജനങ്ങളുടെ പണം മോഷ്ടിക്കുന്നത്, ആരാണ് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നത്, ഇതിനെ തിരിച്ചറിയാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ അടിയന്തരാവസ്ഥക്കാരെല്ലാം കയറി നമ്മുടെ സംസ്ഥാനത്തെ കൊളവാക്കിയിട്ട് മാറ്റും. BJP-ക്കാരിപ്പോ ഒരു പുതിയ സൂത്രം കണ്ടുപിടിച്ചിരിക്കുക. ചില ഫണ്ടുകളിൽ ചെറിയ ശതമാനം കേന്ദ്രത്തിന്റെ ഫണ്ടുണ്ട്, അത് നേരിട്ട് അയച്ചു കൊടുക്കുക. എന്നാൽ കേരളത്തിന് തരയിടുന്ന പദ്ധതി വിഹിതം പിടിച്ചു വെച്ചിട്ട് കേരളത്തിന്റെ വിഹിതം കൊടുക്കാൻ കഴിയാതെ നമ്മൾ ബുദ്ധിമുട്ടിക്കുകയാണ്. പേരിനെന്താ? 200 രൂപ കേന്ദ്രത്തിന്റെ കിട്ടി, എത്രയോ ഫണ്ട്, എത്രയോ പെൻഷൻ, 1600 രൂപ. ബാക്കി കേരളം എന്തേ തരാത്തത്? കേരളം കൊടുക്കാനുള്ള പൈസ അവിടെ പിടിച്ചു വെച്ചിരിക്കുക, നികുതി വിഹിതം. അതിങ്ങനെ എടുക്കെന്ന് പറയേണ്ടത് ഈ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ആളല്ലേ. അത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ഈ BJP ഗവൺമെന്റ് നമ്മളെ നശിപ്പിക്കും. പിന്നെ വർഗീയത, എന്തൊരു കടുത്ത വർഗീയതയ! ഇവിടുത്തെ ബിഷപ്പുമാരെയെല്ലാം കണ്ടിട്ട് BJP-ക്കാർ പറഞ്ഞു, ഞങ്ങൾ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കില്ല, മുസ്ലിങ്ങൾക്കെതിരാണ്. അപ്പൊ ചിലർ വിശ്വസിച്ചു, ഓ ഞങ്ങൾ നിങ്ങളുടെ കൂടെ. ചിലർ പോയി അവരുടെ കൂടെ. ആന്റണിയുടെ മകനൊക്കെ പോയി അതിന്റെ കൂടെ. അപ്പോ ഇപ്പൊ മനസ്സിലായി. ഇപ്പൊ ചില ബിഷപ്പുമാർ പറയാൻ തുടങ്ങി, മധ്യപ്രദേശിലൊക്കെ ക്രിസ്ത്യാനികൾക്കെതിരെ ഭയങ്കര ആക്രമണം കേട്ടോ. മധ്യപ്രദേശിലല്ല, ഇവിടെ മനുഷ്യരെ ഭിന്നിപ്പിച്ച് ഓരോ കൂട്ടറിയായി തകർത്തിട്ട് ജർമ്മനിയിലെ ഹിറ്റ്ലർ ചെയ്തതുപോലെ ആദ്യം മുസ്ലിമിനെയും പിന്നെ ഇടതുപക്ഷത്തെയും പിന്നെ ക്രിസ്ത്യാനിയെയും അവസാനിപ്പിച്ചിട്ട് ഹിന്ദു വർഗീയത, ഹൈന്ദവ രാഷ്ട്രം സ്ഥാപിക്കാൻ പുറപ്പെടുക. ആ ഹൈന്ദവ രാഷ്ട്രത്തിൽ ഹിന്ദുക്കൾ എല്ലാവരും സംതൃപ്തരല്ല. പഴയ ചാതുർവർണ്ണ്യം വരും, അതിനകത്ത് സമ്പന്നരായിട്ടുള്ള സവർണ മേധാവിത്വം. പഴയതുപോലത്തെ ബ്രാഹ്മണരൊന്നുമല്ല, സമ്പന്നരായിട്ടുള്ള മേധാവിത്വം ഈ സവർണരുടെ പട്ടികയിൽ അവിടെ നിൽക്കും. ദരിദ്രരായിട്ടുള്ള ആളുകളെ അവരുടെ ജാതി പറഞ്ഞ് വേർതിരിച്ച് ചാതുർവർണ്ണ വ്യവസ്ഥയനുസരിച്ച് ചവിട്ടിക്കൂട്ടും. പോയ അനാചാരങ്ങൾ തിരിച്ചു വരും. പാദപൂജ ചെയ്യുന്നത് കണ്ടിട്ട് കുളിരണിയൊന്നും വേണ്ട. പഴയ ഫ്യൂഡലിസത്തിന്റെ അടിമത്വം തിരിച്ചു കൊണ്ടുവരാനുള്ള ആദ്യത്തെ പടിയായിട്ടാണ് വിദ്യാർത്ഥികളെ കൊണ്ട് BJP-ക്കാരന്റെ അടക്കം കാല് കഴിപ്പിച്ചത്. അപ്പൊ ചിലർ പറയുന്നു, കാൽ തൊട്ട് വന്നിക്കുന്നത് തെറ്റാണോ? ഞാനൊക്കെ എന്റെ പഴയ മാഷന്മാരെയൊക്കെ കണ്ടാൽ ഒന്ന് കുനിഞ്ഞ് അല്ലേ, സന്തോഷമാണ് മനസ്സിന്. അതാണോ ഇവിടെ സകലാളിയും പിടിച്ചിരുത്തി പിള്ളമാരെ കൊണ്ട് പാദപൂജ എന്ന് പറഞ്ഞ് നടത്തിച്ചത്? ഇന്ന് പാദപൂജ വരും, പിന്നെ ആചാര്യന്മാർ പറയുന്നതിന് എതിര് പറയുന്നതെന്ന് വരും. അവസാനം അങ്ങനത്തെ ഒരു ആചാര്യനല്ലേ ഏകലവന്റെ വിരലറുത്തത്? ഈ വ്യവസ്ഥയിലെല്ലാം ശരിയായിരുന്നോ? അർജുനനേക്കാൾ സമർത്ഥൻ കാട്ടിൽ ജീവിക്കുന്ന ഈ പയ്യനാണെന്ന് മനസ്സിലാക്കിയിട്ട് ആരാ നിന്റെ ഗുരു ചോദിച്ചപ്പോ അങ്ങനെ പഠിപ്പിക്കാൻ തയ്യാറായില്ല. പക്ഷെ ഞാൻ അങ്ങയുടെ ഒരു പ്രതിമ സ്ഥാപിച്ചിട്ട് അതിന്റെ മുന്നിൽ നിന്ന് അങ്ങയെ പൂജിച്ച് അസ്ത്രവിദ്യ പഠിച്ചു എന്ന് പറയുന്ന ആ വിദ്യാർത്ഥിയെ കെട്ടിപ്പുണർന്ന് നീയാണ് യഥാർത്ഥ വിദ്യാർത്ഥി എന്ന് പറയുകയല്ലോ ദ്രോണാചാര്യൻ ചെയ്തത്. എന്താ പറഞ്ഞത്? ഗുരുദക്ഷിണ വേണം. എന്താണ്? അങ്ങ് എന്ത് ചോദിച്ചാലും തരും. നിന്റെ വലത് വിരൽ എനിക്ക് വേണമെന്നാ ഈ പറയുന്ന ആചാര്യൻ പറഞ്ഞത്. അത് ശരിയാണോ? അത് വിമർശിക്കാൻ ഇന്നത്തെ തലമുറക്ക് അധികാരമില്ലേ? അതുകൊണ്ട് ഞാൻ എന്റെ ബസ്സിൽ ഇത്തിരി നീണ്ടുപോയി. പഴയതെല്ലാം ശരിയാണെന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിച്ചു കൊണ്ടുവരുന്ന വർഗീയതയെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഇടതുപക്ഷത്തിന്റെ ശരിയായ ജനകീയ ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള വിജ്ഞാന കേരള പദ്ധതി അടക്കം ഉൾക്കൊണ്ടുകൊണ്ട് കിട്ടിയത് കയ്യിലുണ്ട്. കൂടുതൽ മെച്ചപ്പെട്ടതിലേക്ക് പോകാൻ പിണറായി ഗവൺമെന്റ് നടത്തുന്ന പെടാപ്പാടിന്റെ കൂടെ നിന്ന് അതിനെ സഹായിച്ചുകൊണ്ട് അതുണ്ടെങ്കിലേ നാളെയുള്ളൂ. ചുമരുണ്ടെങ്കിലേ ചിത്രമുള്ളൂ. ഞങ്ങൾ വന്ന ഉടനെ ലൈഫ് മിഷൻ റദ്ദാക്കുന്ന ഒരു വിദ്വാൻ പറഞ്ഞല്ലോ കോൺഗ്രസിന്റെ, നന്നായി പോയി. 5 ലക്ഷം ആളുകൾക്ക് വീടെടുത്തു. ബാക്കി അപേക്ഷകർ അവിടെയുണ്ട്. ആ അപേക്ഷയിൽ നിന്ന് ലൈഫ് മിഷൻ അനുസരിച്ച് ഒരു വീട് കിട്ടണമെങ്കിൽ പിണറായി ഗവൺമെന്റ് നിലനിൽക്കണ്ടേ? ഈ ആശുപത്രിയിലെ പരിഷ്കാരം തുടരണമെങ്കിൽ പിണറായി ഗവൺമെന്റ് നിലനിൽക്കണ്ടേ? ഹരിത കേരള
മിഷനിലൂടെ ഇക്കണ്ട ശുചിത്വത്രം വന്ന് അവാർഡ് മേടിച്ചല്ലോ. എന്റെ നഗരസഭയ്ക്ക് ഇന്ത്യയിൽ ഏറ്റവും നല്ല നഗരസഭയുടെ അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുക മട്ടന്നൂരിൽ. ഇതേ പ്രസിഡന്റ് ചെയർമാൻ പോയിട്ടുണ്ട് വാങ്ങാൻ, കേട്ടില്ലേ? ഇത് എല്ലാ നഗരസഭയ്ക്കും ഇവിടെ കിട്ടണമെങ്കിൽ പിണറായിയുടെ ഹരിത കേരള മിഷൻ വേണ്ടേ? എന്താണോ നമ്മൾ ചെയ്ത തെറ്റ്? അപ്പൊ ഈ ഗവൺമെന്റിനെ നിലനിർത്തുക എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങളുടെ ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുക്കണം എന്നാണ് പറയാൻ. നമ്മൾ പോകണം, ഗ്രാമങ്ങളിൽ പോകണം, വിളിച്ചിരുത്തണം, അവരോട് ഈ ഗവൺമെന്റ് ചെയ്യുന്ന കാര്യം പറയണം, കോൺഗ്രസിന്റെ സ്വഭാവത്തെക്കുറിച്ച് പറയണം, അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയണം, ഫാസിസത്തെക്കുറിച്ച് പറയണം, ഫാസിസ്റ്റ് പ്രവണതയുള്ള BJP ഗവൺമെന്റിനെ കുറിച്ച് പറയണം, ചാതുർവർണ്ണയത്തിന്റെ അപമാനകരമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് ബോധ്യപ്പെടുത്തണം. ഉത്തരേന്ത്യയിൽ എങ്ങാൻ നിൽക്കുന്ന ആചാരങ്ങളെല്ലാം കെട്ടിപ്പിണഞ്ഞ് ഇവിടെ വരുമ്പോൾ RSSകാരുടെ കൂടെ പോയി അതിന് പാത്രമാവേണ്ടതില്ല എന്ന് ജനങ്ങളോട് പറയാൻ നമുക്ക് സാധിക്കണം. ഭക്തിയൊക്കെ ഉണ്ടായിക്കോട്ടെ, പവിത്രമായ ഭക്തി. ആ ഭക്തിയെ കമ്മ്യൂണിസ്റ്റുകാര് മാനിക്കുന്നു. ഒരമ്പലവും പള്ളിയും പൊടിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ കൂട്ടുനിൽക്കുന്നില്ല. പക്ഷെ ആസുരമായിട്ടുള്ള മതഭ്രാന്ത് അവിടെയെങ്ങാൻ കാശ്മീരിൽ ഭീകരവാദികൾ വെടിവെച്ച് ആളുകളെ കൊന്നപ്പോ ബേജാറായി നമുക്ക്. സർക്കാരിനെല്ലാം പിന്തുണയും നമ്മൾ പ്രഖ്യാപിച്ചു. പക്ഷെ RSSകാർ ചെയ്തത് എന്താ? തുണി പൊക്കി നോക്കിയിട്ട് എല്ലാറ്റിനെയും കൊന്നുകളയണമെന്നാ പറഞ്ഞത്. അവരവിടെ അങ്ങനെയാ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ എല്ലാ മുസൽമാനും അങ്ങനെയാ. ഇവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എല്ലാം മുസൽമാനുണ്ടല്ലോ, അവരെല്ലാം ഭീകരവാദികളാ. നമ്മൾ പറഞ്ഞു വിടില്ല, ഇത് കേരളമാണ്. പക്ഷെ ഒരു ഭാഗ്യമുണ്ടായി. അവിടെ രാമചന്ദ്രൻ കൊല്ലപ്പെട്ടപ്പോ ഞാൻ ആ കുട്ടിയുടെ വീട്ടിൽ പോയിരുന്നു. ആ പെൺകുട്ടി പറഞ്ഞു എന്റെ അച്ഛനെ അവിടെ വെച്ച് നഷ്ടപ്പെട്ടു. അവര് ഇടതുപക്ഷമൊന്നുമല്ല, BJP മൈൻഡഡ് ആയിട്ടുള്ള കുടുംബം തന്നെയാണ്. പക്ഷെ ആ പെൺകുട്ടി പഠിച്ച കുട്ടിയെ, അവള് പറഞ്ഞു അച്ഛനെ അവിടെ നഷ്ടപ്പെട്ടു, പക്ഷെ എനിക്ക് 2 സഹോദരന്മാരെ കാശ്മീരിൽ നിന്ന് കിട്ടി, 2 പേരും മുസ്ലിങ്ങളാ. ആ പെൺകുട്ടിയെയും കുഞ്ഞുമക്കളെയും രക്ഷിച്ച് താഴെ എത്തിച്ചത് ഇതേ മുസ്ലിമാ. അക്രമികളെ ചെറുത്ത് നിന്ന് അക്രമികളുടെ വെടിയേറ്റ് മരിച്ച ആദിൽ മുഹമ്മദ് മുസ്ലിമാ. അവിടെ ഹിന്ദുവാണ് കൊല്ലപ്പെട്ടത്, കൊല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് ഭീകരവാദികൾക്ക് കൂട്ടുനിന്നോ ആ മുസ്ലിം? അപ്പൊ അത് നമ്മൾ പറയുമ്പോൾ പറയും മുസ്ലിം പ്രീണൻ. ടീച്ചറെ ഇനി പറയുന്നത് തെരഞ്ഞെടുപ്പിലൊന്നും വോട്ട് ചെയ്തിട്ടില്ല, പാർലമെന്റ് ഇലക്ഷനിൽ വോട്ട് ചെയ്തിട്ടില്ല. പാർലമെന്റ് ഇലക്ഷൻ അതുകൊണ്ടൊന്നുമല്ല കേട്ടോ, അതിന് പല രാഷ്ട്രീയമുണ്ട്. നമുക്ക് പിന്നെ എല്ലാവരും അറിഞ്ഞുള്ളതാണ്, പറഞ്ഞതാണ്. അതൊന്നുമല്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ വരാൻ പോകുന്നത്. പഞ്ചായത്ത് ഇലക്ഷനിലും അസംബ്ലി ഇലക്ഷനിലും ജനങ്ങളെ സമീപിക്കണം. ഇടതുപക്ഷത്തിന്റെ പരിഷ്കാരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടികളിലേക്ക് ജനങ്ങളെ കൂട്ടിക്കൊണ്ടുവരണം, വോട്ട് ചെയ്യിക്കണം. പഞ്ചായത്തിൽ ഇടതുപക്ഷം ജയിച്ചാലേ ഇന്ന് കാണുന്ന പുരോഗമന പ്രവർത്തനങ്ങൾ ലൈഫ് മിഷൻ അടക്കം നടക്കുകയുള്ളൂ. കോൺഗ്രസ് അതിനെയെല്ലാം നശിപ്പിക്കും. അതുകൊണ്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള മനസ്സുണ്ടാക്കണം. എല്ലാറ്റിലും ഉപരി നാനാജാതി മതസ്ഥർ സമാധാനത്തോടെ ജീവിക്കുന്ന അന്തരീക്ഷം ഈ കേരളത്തിലുണ്ട്. അത് തകർക്കരുത്. ത്രിപുരയിലും ബംഗാളിലും ഇടതുപക്ഷത്തിന് ഹാനിയുണ്ടായപ്പോ അവിടെ അരങ്ങേറുന്നത് അത്യധികം അപകടകരമായിട്ടുള്ള കാര്യങ്ങളാണ് ജനങ്ങൾക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർമാർക്ക് മാത്രമല്ല. അതുകൊണ്ട് ഇവിടെ അത് നശിപ്പിക്കാതെ സംരക്ഷിച്ച് ഇന്ത്യക്കാകെ ഒരാവേശമായി മാറി എല്ലായിടത്തും ഇടതുപക്ഷത്തിന്റെ ശക്തി ഭാവിയിൽ വർദ്ധിക്കാനുള്ള പരിശ്രമങ്ങൾ നടത്താനുള്ള കരുത്ത് ഈ കേരളത്തിൽ നിന്ന് കൊടുക്കണം. ഏത് അടിയന്തരാവസ്ഥയെ നേരിടാൻ തന്റെ ഇടത്തോടുകൂടി നമ്മൾ നിൽക്കണം. ഒറ്റക്കെട്ടായി പാർട്ടിയുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്ത് വർദ്ധിപ്പിക്കണം. അതിനുവേണ്ടി ഒരു പിന്നോട്ട് പോക്കും വേണ്ട, ഒരു നിരാശയും വേണ്ട. നമ്മൾ ഒരു മതേതര ജനാധിപത്യ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. സോഷ്യലിസം ഈസ് ദി ഓൺലി ആൾട്ടർനേറ്റീവ്. ഇന്ന് ലോകത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം സോഷ്യലിസം മാത്രമാണ്. ലോകത്തിലെ ചിന്തകരൊക്കെ പറഞ്ഞു തുടങ്ങി സോഷ്യലിസം ഈസ് നോട്ട് ആൻ ഉട്ടോപ്യൻ ഐഡിയോളജി, ഇറ്റ് ഈസ് ആൻ അച്ചീവബിൾ നെസസിറ്റി. സോഷ്യലിസം ഒരിക്കലും നടക്കാത്ത ഉട്ടോപ്യൻ അല്ല. ഈ പറഞ്ഞ നേട്ടങ്ങളെല്ലാം സോഷ്യലിസ്റ്റ് ആശയത്തിന്റെ നേട്ടമാണ്. ഇറ്റ് ഈസ് ആൻ അച്ചീവബിൾ നെസസിറ്റി. നിർബന്ധമായും ആർജിച്ചെടുക്കേണ്ടുന്ന ആവശ്യകതയാണ് സോഷ്യലിസം. അതുകൊണ്ട് ഇടതുപക്ഷത്തെ ശക്തമാക്കുക എന്ന് മാത്രം പറയുന്നു. അടിയന്തരാവസ്ഥയുടെ കരാള വാഴ്ചക്കിടയിൽ ജീവൻ നഷ്ടപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട അബ്രാമിയുടെ ഓർമ്മ നമ്മുടെ എല്ലാം മനസ്സിൽ ഒരു വിങ്ങലായി ഉണ്ട്. എന്നാൽ അതേസമയം ആ കരാളതക്കെതിരെ പോരാട്ടം നടത്താനുള്ള കരുത്തും ആവേശവുമാണ് അത് നമുക്ക് പകർന്നു നൽകേണ്ടത്. അതുകൊണ്ട്
RSSന്റെ വർഗീയവാദത്തെയും കോൺഗ്രസിന്റെ ഈ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള വല്ലാത്ത അഴിമതി നിറഞ്ഞ നുണപ്രചരണം നടത്തുന്ന അവരുടെ പ്രകടനത്തെയും നമ്മൾ കാണണം. അതിനെ എതിർത്തുകൊണ്ട് സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും പ്രവാചകനും യേശുക്രിസ്തുവും സ്ത്രീബുദ്ധനുമെല്ലാം പറഞ്ഞ മനുഷ്യ സ്നേഹത്തിന്റെ പ്രായോഗിക വക്താക്കളാണ് നമ്മളെന്ന് മനസ്സിൽ ധരിച്ചുകൊണ്ട് ഇനിയുള്ള ആവശ്യകതകളും നേടിയെടുക്കാൻ സഖാക്കളെ നമുക്ക് ഒരുമിച്ച് പോരാട്ടം നടത്താം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറാണെന്ന് പറയുന്നതിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭാവിയാണെന്ന് പറയുന്നതിനും അഭിമാനിക്കാൻ വകയുണ്ട്. അങ്ങനെ അഭിമാനിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രസ്ഥാനത്തെയും നമ്മുടെ ഗവൺമെന്റിനെയും എല്ലാം സംരക്ഷിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമ്മളൊരു 5-6 മിനിറ്റ് കൊണ്ട് ഈ പരിപാടി അവസാനിക്കും. ഇവിടെ നേരത്തെ വിശ്വനാഥൻ സൂചിപ്പിച്ച അടിയന്തരാവസ്ഥക്കാലത്ത് ഏതാണ്ട് 5.5 മാസക്കാലത്തോളം കള്ളക്കേസിൽ കൊടുക്കപ്പെട്ട് ജയിൽ വാസം അനുഭവിക്കേണ്ടി വന്ന പ്രിയപ്പെട്ട തമ്പിച്ചേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രിയ ഫിലിപ്പ് സാറിന്റെ മകൻ കുഞ്ഞുമോൻ സാറ് കഴിഞ്ഞ ദിവസവും ഇവിടെ വരുമെന്ന് പറഞ്ഞു. പക്ഷെ ആരോഗ്യ പ്രശ്നത്താൽ എത്തിയിട്ടില്ല. ഈ കാലഘട്ടത്തിൽ ഈ സഖാക്കളെ എല്ലാം സംരക്ഷിച്ച തകടിയിലെ കുഞ്ഞപ്പോച്ചേട്ടൻ, നമ്മുടെ വിശ്വന്റെ പിതാവ്, ഗിരീഷിന്റെ വല്യച്ഛൻ അടക്കമുള്ള കൊച്ചുകുഞ്ഞൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. നിരവധിയായ സഖാക്കളെ നമുക്ക് ഓർമ്മിക്കേണ്ടതുണ്ട്. എല്ലാവരെയും ഓർമ്മിച്ചുകൊണ്ട് പ്രിയപ്പെട്ട അബ്രാമി സഖാവിന്റെ സഹോദരൻ, ജ്യേഷ്ഠ സഹോദരൻ ബേബിച്ചായനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തെ ബഹുമാനപ്പെട്ട ടീച്ചറ് ആദരവ് നൽകും. അതിനുവേണ്ടി ബേബിച്ചായനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കും. പ്രിയപ്പെട്ട തമ്പിച്ചേട്ടനെ ടീച്ചർ ആദരിക്കും. ഇവിടെ എത്താൻ കഴിയാഞ്ഞ പ്രിയപ്പെട്ട സഖാക്കളെ സോമനെയും കുഞ്ഞോൻ സാറിനെയും പവിത്രൻ ചേട്ടനെ, പ്രിയപ്പെട്ട പവിത്രൻ ചേട്ടൻ അടക്കമുള്ളവരെല്ലാം ഓർക്കുന്ന ഒരുപാട് പേരുകളുണ്ട്. അവരെല്ലാം ഈ പ്രസ്ഥാനത്തെ ചെങ്കൊടിയെ സ്നേഹിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും നിറഞ്ഞ മനസ്സോടുകൂടി ഓർമ്മിക്കുകയാണ്. നമ്മുടെ ടീച്ചർ ഇവിടെ എത്തിയതിൽ ഒത്തിരി സന്തോഷം പങ്കിടുകയാണ്. ടീച്ചർ പറഞ്ഞല്ലോ, ഈ നാടിന് വേണ്ടി പ്രയത്നിച്ചതിന്റെ പേരിൽ കള്ളപ്രചരണങ്ങളെല്ലാം വന്നു. അതിനെയെല്ലാം ഈ നാട്ടിലെ ജനങ്ങൾ അർഹിക്കുന്ന അവജ്ഞയോടെ പുച്ഛിച്ചു തള്ളി. ടീച്ചർ രാജകുമാരി തന്നെയാണ്. 7 കുതിരകളെ പൂട്ടിയ രഥത്തിൽ വരുന്ന അറബിക്കഥയിലെ രാജകുമാരിയല്ല, ത്യാഗത്തിന്റെയും സകലത്തിന്റെയും കനൽ ചീന്തുന്ന വഴികളിലൂടെ കടന്നു വന്ന ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ രാജകുമാരിയാണ്. നമ്മുടെ പ്രിയപ്പെട്ട സഖാവാണ്. ഈ മീനളത്തിന്റെ മണ്ണിൽ, പുതുപ്പള്ളിയുടെ മണ്ണിലെത്തിയ പ്രിയപ്പെട്ട ടീച്ചർക്ക് നിറഞ്ഞ മനസ്സോടുകൂടി എല്ലാ നന്ദിയും രേഖപ്പെടുത്തുന്നു. ഈ യോഗത്തിന് ഔദ്യോഗികമായിട്ട് നന്ദി രേഖപ്പെടുത്താൻ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് സന്തോഷ് വർക്കിയെ ക്ഷണിക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പ്രിയപ്പെട്ട ഹദീസ് പ്രിയ, യോഗം ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം പ്രിയപ്പെട്ട ശൈലജ ടീച്ചർ, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പ്രിയപ്പെട്ട രവിചേട്ടൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം രാധാകൃഷ്ണൻ ചേട്ടൻ, പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി സുഭാഷ് വർഗീസ്, ഇവിടെ എത്താമെന്ന് അറിയിച്ചിട്ടെങ്കിലും എത്താൻ പറ്റാതെ പോയ പ്രിയപ്പെട്ട വാസവൻ ചേട്ടൻ, അതേപോലെ പാർട്ടിയുടെ ഏരിയ സെന്ററിലെ പ്രിയപ്പെട്ട സഖാക്കള്, ഇവിടെ എത്തിയ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, പ്രിയപ്പെട്ട സഖാക്കൾ, സുഹൃത്തുക്കൾ, അഭ്യുതകാംക്ഷികൾ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തും.
Sure.